എം എ നിഷാദ് സംവിധാനം ചെയ്യുന്ന ലർക്ക് എന്ന സിനിമ ജൂലൈ 24 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഷൂട്ടിംഗ് നേരത്തെ തീർത്തി വെച്ച സിനിമയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാസത്തിനപ്പുറം ചിത്രം റിലീസിനെത്തുമ്പോൾ എന്നോടൊപ്പം സംവിധായകനായ എം എ നിഷാദ് തന്നെ ചേർന്നു. നമസ്കാരം. ലർക്ക് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും സ്വാഭാവികമായിട്ടും സിനിമ, രാഷ്ട്രീയം ഒക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ആദ്യം ലർക്കിൽ തന്നെ തുടങ്ങാം. പോസ്റ്റേഴ്സ് വരുന്നു, ഒരു AI വീഡിയോ സോങ് വരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ അപ്ഡേറ്റുകളൊന്നും കിട്ടുന്നില്ല. ഒരു മാസം ഇനി റിലീസിലേക്കുണ്ട്. വലിയ താരനിരയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്താണ് ലർക്ക് എം എ നിഷാദിന്? ലർക്ക് എന്ന് പറയുന്നത് എൻ്റെ 12ാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. ലർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ടൈറ്റിലാണ്. പതിയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഏറ്റവും കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത്തവണ ഞാൻ എടുത്തിരിക്കുന്നത്. മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ്. അതായത് കേരളത്തിലെ വനവാസം അല്ലെങ്കിൽ വനമേഖലയിൽ അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ ഇന്ന് വലിയൊരു ദുരിതത്തിലാണ്. അതായത് വന്യമൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് തീരദേശ പ്രദേശങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ വിഷയത്തിൻ്റെ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 10 ഫെസ്റ്റിവലിൽ പോവുകയും അതിൽ ഞാനിതിനകത്തൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും കർണാടക ഫെസ്റ്റിവലിലും ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് വിദ്യ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ TG രവിച്ചേട്ടന് സപ്പോർട്ടിംഗ് ആക്ടറും ഇതിൻ്റെ എഡിറ്റർ വിപിന് ബെസ്റ്റ് എഡിറ്റർ ഇതും പിന്നെ ഓഡിയോഗ്രാഫിക്ക് മിസ്റ്റർ ഗണേഷ് മാരാറിനും പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇപ്പോൾ പൂവച്ചൽ ഖാദർ ഫൗണ്ടേഷൻ്റെ ഒരു പുരസ്കാരവും എനിക്ക് ഈ ലേക്കലം അഭിനയത്തിന് കിട്ടി. ഇപ്പോൾ ലേക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഒരു അറേ ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതായത് സൈജു കുറുപ്പ്, അജു വർഗീസ്, അനുമോൾ, മഞ്ജു പിള്ള, പ്രശാന്ത് അലക്സാണ്ടർ, ജാഫർ ഇടുക്കി, TG രവി, സുധീർ കരമന, അങ്ങനെ സോഹൻ സീനിലാൽ, ബിജു സോപാനം, അങ്ങനെ ഒരുപാട് പേര് വരും. സരിത കുക്കുവിനെ പോലെയുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. സന്ധ്യ മനോജ്, ജസ്മീനോ സിജോ. അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുണ്ട്. ബിജു കാസിം, ഫിറോസ് അബ്ദുള്ള, നിത മനോജ്, ഷീജ വക്കപ്പള്ളി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലേക്കിൻ്റെ ഒരു വിഷയം നമുക്ക് പലപ്പോഴും ഞാൻ പകൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ കർഷക ആത്മഹത്യയെ പറ്റിയൊരു സിനിമയായിരുന്നു. പൃഥ്വിരാജ് നായകനായ നഗരമാലിന്യങ്ങളെ പറ്റിയ സിനിമയായിരുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സിനിമകൾ ചെയ്യുമെങ്കിലും ഈ സിനിമയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലർക്ക് ഒരല്പം കൂടി നൂതനമായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സിനിമ സംസാരിക്കേണ്ട ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത്. എല്ലാവിധ പ്രേക്ഷകരും കാണണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രാഫിക്സ് കുറച്ച് കൂടുതലുണ്ട്. ആന ലൈവായിട്ട് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റായ ബിന്ദു പ്രദീപിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ പിന്നെ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹരികുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തും എൻ്റെ വഴികാട്ടിയുമായ ദുബായിലെ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ MD ആണ്. അദ്ദേഹമാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് സമൂഹത്തോട്. ഹൂ ഈസ് ദ റിയൽ പ്രെഡേറ്റർ? മാനാണോ അനിമലാണോ? അപ്പം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ് ലർക്ക്. ഒരു അന്വേഷണത്തിൻ്റെ തുടക്കമാണ് ഇതിന് മുന്നേ ചെയ്തൊരു സിനിമ. അതിൽ താങ്കളാണ് മെയിൻ റോളും വന്നത്. മെയിനല്ല, ഞാൻ ആ സിനിമ കണ്ടു. ദയവ് ചെയ്ത് അതിൻ്റെ അകത്തൊരു പ്രധാന കഥാപാത്രത്തെ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. നായകൻ ഷൈൻ ടോം ചാക്കയോട്. ഇത് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, നരേറ്റീവ് എന്താണെന്ന് ഞാൻ പറയാം. അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമയാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതിലൊരു ലെങ്ത് കൂടിപ്പോയി എന്നുള്ളത് എൻ്റെ പാളിച്ച തന്നെയാണ്. ഞാനത് ഷോൾഡർ ചെയ്തു. ഇനി അത് വേറെ, പക്ഷേ അത് പറഞ്ഞൊരു വിഷയം വലിയൊരു വിഷയം തന്നെയായിരുന്നു. 2 പോലീസ് ഓഫീസേഴ്സ് അനുകൂലമായി പ്രസ് കോൺഫറൻസ് വരെ എനിക്ക് വേണ്ടി നടത്തി. ഞാൻ ആവശ്യപ്പെട്ടില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അകത്തൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിൽ ഒരു DYSP അന്വേഷണ ഉദ്യോഗസ്ഥരാകുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്ക്രീൻ പ്രസൻസ് ചിലപ്പോൾ ഉണ്ടാവാം, സ്പേസ് ഉണ്ടാവാം കൂടുതൽ. അതിനെ ഞാനാണ് പ്രധാന കഥാപാത്രം എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയരുത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പോലീസ് ഓഫീസറുടെ മകനായിരുന്നത് കൊണ്ട് പോലീസിങ്ങിൻ്റെ വിവരങ്ങളെപ്പറ്റി അത്യാവശ്യം നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ബെഹ്റ സാർ ഉൾപ്പെടെയുള്ള, ഷാനവാസ് സാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഉപദേശങ്ങളും നൽകിയിരുന്നു എങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ SP ഉണ്ടാവും,
DYSP ഉണ്ട്. പക്ഷേ അന്വേഷണ ചുമതല DYSPക്കായിരുന്നു. ഞാൻ ഈ കഥാപാത്രത്തിന് ആദ്യം ദിലീഷ് പോത്തനെയാണ് സമീപിച്ചത്. അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടർ മോശമാക്കിയില്ല എന്നുള്ളത് താങ്കൾ തന്നെ ഇല്ല, മോശമാക്കി എന്നുള്ള ആംഗിൾ അല്ല ഞാൻ സംസാരിക്കുന്നത്. പ്രധാന നായകൻ മാത്രം പറയരുത്. സിനിമ കണ്ട വ്യക്തി ആയതുകൊണ്ട് തോന്നിയതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം താങ്കളിലൂടെയാണ് കഥ പോകുന്നത്. അതെ അതെ, അന്വേഷണം അങ്ങനെയാണ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളിൽ സ്വാസികയുണ്ട്, എൻ്റെ മേളിൽ മുകേഷ് ചേട്ടനും ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയാണല്ലോ, നമ്മൾ സ്ക്രീനിന് പുറകിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്താം എന്ന് നമുക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ് മീറ്ററിൻ്റെ അളവ്, അത് നമ്മൾ ഡ്യൂറേഷൻ ഉൾപ്പെടെ നോക്കുമ്പോഴേക്കും അത് ഉണ്ടാകുന്ന ഹൈ എങ്ങനെയാണ്, അത് ഉണ്ടാകുന്ന തോട്ട് എങ്ങനെയാണ്? ദിലീഷ് പോത്തനാണ് സമീപിച്ചതെന്ന് പറഞ്ഞു. ദിലീഷ് പോത്തന് അദ്ദേഹത്തിന് പിന്നെ ആ സമയത്ത് വേറെ തിരക്കുകളായിരുന്നുകൊണ്ടായിരിക്കാം. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം ഒരു ലേസി കോപ്പാണ്, താങ്കൾ കണ്ടാണ്. അതെ, പക്ഷേ ഹി വാസ് വെരി ഷ്രൂഡ്. അത് ഒറിജിനൽ ഒരു പോലീസ് ഓഫീസറെ എനിക്കറിയാവുന്നതും എൻ്റെ ഫാമിലി ഫ്രണ്ടും എൻ്റെ ഫാദറിൻ്റെ സുഹൃത്തും ഈസ് നോ മോർ നൗ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ ജസ്റ്റേഴ്സും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെയാണ് ഞാൻ എടുത്തത്. അത് എനിക്ക് ശരിക്കും അത് തന്മയത്തോട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ദിലീഷിനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഒരു പക്ഷേ ചിലപ്പം എൻ്റെ കഥാപാത്രത്തിന് സുരാജിനെ പോലുള്ളവർക്ക് വേണമെങ്കിൽ പറ്റാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മാത്രമല്ല, അതിൻ്റെ അണിയറക്കാർക്കും പ്രൊഡ്യൂസർക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. ഞാൻ ഈ അഭിനയിക്കണമെന്നുള്ള അതിമോഹത്തോടെ ജീവിക്കുന്ന ഒരാളൊന്നുമല്ല. ഈ ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ കെ സതീഷ് ഡയറക്റ്റ് ചെയ്ത ഡാർവിൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, ആ ട്യൂമനിലൂടെ എനിക്ക് ഒരുപാട് അപ്ലോസ് കിട്ടി. അത് കഴിഞ്ഞ് സോഹൻ സീനിലാൽ ചെയ്ത ഭാരത സർക്കസ്, ഈ 2 സിനിമയുടെ തിരക്കഥാകൃത്ത് മുഹാദ് വെമ്പായമാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാടകത്തിൽ. അപ്പം അവരൊക്കെ തന്നൊരു കോൺഫിഡൻസാണ്. ഞാൻ ഒരുപാട് സിനിമകൾ, വാക്കെന്ന് പറഞ്ഞ സിനിമ മധുബാലിൻ്റെ സ്ക്രിപ്റ്റിൽ സുജിത്ത് ഡയറക്റ്റ് ചെയ്ത, മധുവമ്പാട് സാറായിരുന്ന ക്യാമറ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതിലെനിക്ക് ആദ്യത്തെ ക്രിട്ടിക്സ് അവാർഡ് കിട്ടുകയാണ്. ഞാൻ മനുഹാസനും സുരാജും ഒക്കെ അഭിനയിച്ച, സുധീർ കരമനൊക്കെ അഭിനയിച്ച പടമാണ്. വാക്ക് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചെറുക്കുള്ള പക്ഷികൾ ഉൾപ്പെടെ ഒരുപാട്. പക്ഷേ ആ അഭിനയം ഒരു തൊഴിലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മാറിയ കാലഘട്ടത്തിൽ ബിഹേവിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്, ആരഭിനയിക്കുന്നു എന്നുള്ളതല്ല. വാഴ 1ഉം വാഴ 2 ഒക്കെ ഹിറ്റായത് കണ്ടില്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഇൻസ്പിറേഷനാണ്. നല്ല കഥാപാത്രങ്ങൾ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നതാണ് എൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. താങ്കളുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, പക്ഷേ ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞൊരു ടീം വർക്കാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ആർട്ടിസ്റ്റുകളും എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ടെക്നീഷ്യൻസിനെയും വെച്ചാണ് ഞാൻ പോകുന്നത്. അതിനെനിക്ക് ഒരുപാട് വിമർശകരുണ്ട്. എൻ്റെ സിനിമകളിൽ സ്ഥിരമായ ടെക്നീഷ്യൻസ്, അപ്പോൾ ഞാനിപ്പോൾ പതുക്കെ അതൊക്കെ മാറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു നിർമ്മാതാവായിരുന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു നിർമ്മാതാവിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വരും. അപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടലുകളും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാനൊരു കംഫർട്ട് ലെവലിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രമേ, ഇപ്പോൾ ലേക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പേർപ്പസ്ഫുള്ളി ആ ക്യാരക്ടർ എടുത്തതാണ്. അതുപോലെ വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കണമെന്ന് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, കേരള ടോക്കീസാണ്. എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ് വേറെ ആരോടും ഇല്ല. നമ്മൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷനിൽ ഏറ്റെടുക്കാമെന്ന് തോട്ട് വരുന്നത്. ഞാൻ പ്രൊഡ്യൂസറായിട്ട് വന്നതല്ലേ. ഞാൻ ഇൻഡസ്ട്രിയിൽ എൻ്റെ 25ാമത്തെ വയസ്സിൽ ഇൻഡസ്ട്രിയിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ട് വന്ന, ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി. അന്ന് ഞാൻ മമ്മൂക്കായ വെച്ചാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്, സത്യേട്ടനെ പോലൊരു വലിയ സംവിധായകൻ. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു, ലേണിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു ഡയറക്ടറാവാനും. അപ്പോൾ നിർമ്മാണം എനിക്കിഷ്ടമാണ്, എനിക്കത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ അറിയാം. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, മദിരാശി പട്ടണം എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അതിന് ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് മിക്കവാറും ഷാർജ ബുക്ക് ഫെയറിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് എൻ്റെ ലൈഫിലെ പിന്നെ ഞാൻ കണ്ട കുറേ കാഴ്ചകൾ. അന്നത്തെ കാലത്ത് ഇപ്പം 96, 97 ഈ ഡിജിറ്റൽ ഈറ വന്നിട്ടില്ല. ആ സമയത്ത് ഫിലിമിലാണ്, മദ്രാസിലാണ് എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മദ്രാസിലേക്കുള്ള യാത്രകൾ മുതൽ എനിക്ക് സിനിമയെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും സിനിമയുടെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടും 2 കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഒക്കെ സ്വാഭാവികമായിട്ടും ഈ സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയോട് എനിക്ക് അത്രമാത്രം അധമ്യമായ പ്രണയമുള്ളത് കൊണ്ടും ഈ പറയുന്നത് പോലെ ഈ എൻ്റെ ഇപ്പം കഥബദ്ധൻ മദ്രാശിപ്പട്ടണം പോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നിർമ്മാതാവായിട്ട് ഞാൻ ഇത് വന്നു, ഒരാൾ മാത്രം വന്നു. അത് ഡ്രീംസ്, ഞാനും സാബുവും കൂടി ഡ്രീംസ് എന്ന് പറഞ്ഞ പടം ചെയ്തു. സുരേഷ് ഗോപി, മീന, റഹ്മാൻ അബ്ബാസൊക്കെ വരുന്നത് 8 നില പൊട്ടിയ പടമാണ്, കാശ് ഒരുപാട് പോയതാണ്. അതിനുശേഷം ഞാനൊരു പടം ചെയ്തു, തീരെ കോസ്റ്റ് കുറച്ച്, തില്ലാനെന്ന് പറയുന്നത്. അതിനകത്ത്
സുരേഷ് ചേട്ടനാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും അമ്പിളിച്ചേട്ടനാണെങ്കിലും മുകേഷ് ചേട്ടനും ജഗദീഷ് ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കുകയും വളരെ ലോ കോസ്റ്റിൽ ആ പടം തീരുകയും ആ പടം എനിക്ക് കാശ് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സിനിമ എനിക്ക് തന്നിട്ടുമുണ്ട്, എൻ്റെ നിന്ന് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിർമ്മാതാവെന്ന നിലയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ലേക്ക് പോലൊരു സിനിമ ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഏത് രീതിയിൽ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ജെൻസി കൈൻഡ് ഓഫ് മൂവീസ് മാത്രം ഇഷ്ടപ്പെടുന്ന നിർമ്മാതാക്കൾക്ക് ഈ സിനിമ എടുക്കുന്നത്. പക്ഷേ ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊള്ളുകൊണ്ട് ഞാനൊരു AI-യിലാണ് അതിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ജാസി ഗിഫ്റ്റാണ് പാടിയിരിക്കുന്നത്. ജാസി ഗിഫ്റ്റ് തന്നെ അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ദിഷാദാണ് ലേക്കിൽ കാണുന്നത്. ഇപ്പോൾ രജീഷ് രാമനാണ് എൻ്റെ ക്യാമറ, ജുബിൻ ജേക്കബാണ് തിരക്കഥയും സംഭാഷണം. എൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണം ജുബിൻ ജേക്കബാണ്. ഞാൻ ഐ എം ഇൻട്രൊഡ്യൂസിങ് ജുബിൻ ജേക്കബ് ടു ദി ഇൻഡസ്ട്രി. പിന്നെ പ്രകാശ് അലക്സാണ് അതിൻ്റെ BGM ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. വിപിൻ മണ്ണൂരാണ് എഡിറ്റർ, ജുബിൻ രാജാണ് സൗണ്ട് ഡിസൈൻ, ഗണേഷ് മാരാറാണ് ഓഡിയോഗ്രാഫർ, മനു മഞ്ജിത്ത് ഉൾപ്പെടെയുള്ള റിലീസ് ചെയ്തിട്ടുണ്ട്. മനു മഞ്ജിത്തിൻ്റെ ഒരു പാട്ടിന് മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ പുതിയ ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവരികയാണ്. അയാളൊരു വളരെ മനോഹരമായ ഒരു പാട്ട്. അപ്പോൾ ഏറ്റവും രസകരമായ സംഭവം ആ പാട്ടിപ്പോൾ ഇറങ്ങും. ആ പാട്ടിൽ ഒരു സംഘഗാനം പോലെയാണ്. സുദീപ് കുമാറിനോടൊപ്പം ഞാനും പാടിയിട്ടുണ്ട്. എൻ്റെ കഥാപാത്രത്തിൽ ഞാനാണ് പാടിയിരിക്കുന്നത്. പാട്ടുകാരനുമായി അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു സാഹസം ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലേക്ക് പലതുകൊണ്ടും എൻ്റെ 12ാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. പലതുകൊണ്ടും എൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ആ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ജയപരാജയങ്ങൾ മുഴുവൻ എന്നിൽ മാത്രം നിക്ഷിപ്തമാണ്. ഓക്കെ. ഒരു നിർമ്മാതാവിൻ്റെ ആസ്പെക്റ്റിൽ എപ്പോഴും ചിന്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ തിയേറ്ററുകളിൽ MN നിഷാദ് എന്ന സംവിധാനം എത്രമാത്രം അലട്ടാറുണ്ട്, അതിൽ ഹൈ ആവാറുണ്ടോ വിജയിച്ചു? അതായത് എനിക്ക് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയിരിക്കുന്ന എൻ്റെ സിനിമകളിൽ വളരെ കുറച്ചേ ഉള്ളൂ. ടു ബി ഫ്രാങ്ക്, ഇതെത്ര പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നതാണ്. പക്ഷേ എൻ്റെ സിനിമകൾക്ക് എന്തുകൊണ്ട് നിർമ്മാതാക്കളെ കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ചോദ്യം. എൻ്റെ ഉള്ളിൽ അതായത് എങ്ങനെ പറഞ്ഞുതരാം. ഞാനൊരു ബഡ്ജറ്റ് ഇട്ടാൽ ഒരു മിനിമം ബഡ്ജറ്റിലെ സിനിമ ചെയ്യത്തുള്ളൂ. അതെൻ്റെ ഒരു തീരുമാനമാണ്. കാരണം ഒരു സിനിമയ്ക്ക് ഒരു സീനിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യത്തുള്ളൂ. അതെൻ്റെ നിർമ്മാതാക്കൾക്കറിയാം. അപ്പോൾ മലയാള സിനിമയിലെ മാർക്കറ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി മറ്റാരേക്കാരും ബോധ്യം എനിക്കുണ്ട്. പലപ്പോഴും എൻ്റെ വാക്കുകളൊക്കെ വിവാദമാവാറുണ്ട്. ഞാൻ ഈ 100 കോടി ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ വിവാദമാകും. പക്ഷേ അതാണ് വസ്തുത. അതായത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആ ലെവലിലേക്ക് എത്താൻ 2 പേർക്കേ പറ്റിയിട്ടുള്ളൂ. ഒന്ന് ലാലേട്ടനും പിന്നെ ഒന്ന് മമ്മൂക്കാക്കും. അവരുടെ പടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലായിക്കോട്ടെ. ഇതിൻ്റെ ഫാൻസ് അസോസിയേഷനിലെ സുഹൃത്തുക്കൾ എന്നോട് ഒരിക്കലും പരിഭവം കാണിക്കരുത്. അതായത് ഗ്രോസ് നെറ്റ് കളക്ഷൻസ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾ 100 രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ 30% സർക്കാരിന് പോകും. ബാക്കി കിട്ടുന്ന 70 രൂപയിൽ നിന്ന് 60% ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ. ഫസ്റ്റ് വീക്ക്. സെക്കൻഡ് വീക്കിൽ 55 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3.5 കോടി ജനങ്ങളിൽ എത്ര പേരാണ് സിനിമ ഗോവേഴ്സ്? സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 5% താഴെയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു 10% ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിനിമയും പൊട്ടത്തില്ല. 10% ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സിനിമയും പൊട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ 10%, 35 ലക്ഷം പേര് കണ്ട 100 രൂപ മുടക്കിയാൽ എത്രയായി? 35 ലക്ഷത്തിൽ 35 കോടിയായില്ലേ റോസ്? അത് ഇവരുടെ ഇത് വരുമ്പോൾ 10-12 കോടി രൂപ എന്തായാലും ഡിസ്ട്രിബ്യൂട്ടർ കിട്ടത്തില്ലേ? അപ്പോൾ 10% പോലും ഇല്ല. സിനിമ ഗോസ് ഞാൻ പറഞ്ഞാൽ എല്ലാ സിനിമകളും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു 50 ലക്ഷം പേര് കണ്ടാൽ പോലും എത്ര രൂപ വരും പെട്ടിയിലെന്നുള്ളത് ഞാൻ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഓഫേ ഗ്രോസിൽ ചിലപ്പം ഇതെല്ലാം കൂടി കൂട്ടി 100 കോടിയോ 120 വേൾഡ് വൈഡ് അല്ലേ സിനിമകൾ, അപ്പോൾ ഓഡിയൻസും കൂടുമല്ലോ. ഞാനത് പറയട്ടെ, ഞാൻ തിയേറ്റർ കളക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, തിയേറ്റർ കളക്ഷൻ്റെ കാര്യം പറഞ്ഞു. നമുക്കത് ഇപ്പം 3.5 കോടി ജനം എന്ന് പറയുന്നതിൽ ആ 3.5 കോടി ജനത്തിലും കുറേ ജനം പ്രവാസികളായിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് എത്ര രൂപ കളക്ട് ചെയ്യുന്ന പ്രൊഡ്യൂസറുടെ കയ്യിൽ 100 കോടി രൂപ കിട്ടുമോ? അങ്ങനെയാണെങ്കിലാണത് 100 കോടി ക്ലബ്ബെന്ന് അങ്ങനെ എനിക്ക് വിശ്വസിക്കാമല്ലോ. ഞാൻ ഗ്രോസ് അല്ല, പ്രൊഡ്യൂസറുടെ കയ്യിൽ 100 കോടി കിട്ടും. നെറ്റായിട്ട് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ 100 കോടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ 100 കോടി ക്ലബ്ബാണ്.
മറ്റേത് ടാക്സും പോയി തിയേറ്റർ ഷെയറും പോയി കിട്ടുന്നത് കാശ് എത്രയാണ്? അപ്പോൾ 100 കോടി ക്ലബ്ബിൽ എത്താൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പടവും മലയാളം പടവും എത്തിയിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. 70 കോടി രൂപയൊക്കെ എത്തിയിട്ട് ലാലേട്ടൻ 100 എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓക്കെ, ഈ സാറ്റലൈറ്റ്, ഓവർസീസ് ഇതെല്ലാം വിറ്റിട്ട് 100 കോടി കിട്ടുന്ന പടങ്ങളുണ്ടാവും. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. കിട്ടട്ടെ, അതിൽ സന്തോഷമുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് 100 കോടി ക്ലബ്ബിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ തള്ളടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സിനിമയിലെ ഇൻഡസ്ട്രി ഒരു കാര്യം കേട്ടോട്ടെ, അതായത് അവർ പോസ്റ്ററിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 100 crore ഗ്രോസ് കളക്ഷൻ ആണെന്നുള്ളത്. അത് ഞാൻ അംഗീകരിക്കണം. ഓക്കെ, അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പറയുന്നത് എൻ്റെ വാചകം ഇത്രയേ ഉള്ളൂ. 100 കോടി പ്രൊഡ്യൂസർക്ക് കിട്ടിയാലല്ലേ അതിനെ ഒരു ഇതാക്കി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 40 കോടി രൂപ മുടക്കിയ ഒരു പടം 100 കോടി ഗ്രോസ് കിട്ടിയാൽ പ്രൊഡ്യൂസർ അതിൽ എത്ര കിട്ടുന്നത്? 30 താഴെ ആയിരിക്കുമല്ലോ. 10 കോടി നഷ്ടമാണോ? പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു വിവാദത്തിന് പറഞ്ഞില്ല, കണക്കല്ലേ, ഞാൻ കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അതെ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുതെന്ന് മാത്രമേ എനിക്ക് ഫാൻസ് അസോസിയേഷൻ സഹോദരങ്ങളോട് പറയാനുള്ളത്. അതെ, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പം താങ്കൾ ഇനിയിപ്പോൾ പറഞ്ഞു താങ്കളുടെ സിനിമകൾ തിയേറ്ററിൽ ഓടുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ തിയേറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ഞാൻ സിനിമ തീർക്കും. കഴിവതും കോസ്റ്റ് കൂടുക. പിന്നെ നാച്ചുറൽ കലാബിറ്റീസ് നമ്മുടെ ഇരിക്കുന്ന കാര്യമില്ല. മഴയായാലും ഹർത്താലും ഇപ്പോൾ നാച്ചുറൽ കലാബിറ്റിയുടെ കൂടുതലുള്ള വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എസ്കലേഷൻ അല്ലാതെ സിനിമയിൽ കഴിവതും ഞാൻ അതുകൂടെ ഞാൻ പറഞ്ഞു, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ച് ഞാൻ പടം ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ കംഫർട്ടബിൾ അല്ലാതെ തോന്നിയ 1-2 പേര് മാത്രമേ ഉള്ളൂ. അവരെയൊക്കെ പിന്നെ ഞാൻ ജീവിതത്തിൽ പിന്നെ വിളിച്ചിട്ടുമില്ല. വിരോധമില്ല. ഐ വിൽ ഓൾവേസ് കീപ്പ് അവേ ഫ്രം ദം, അത്രേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പം ലർക്കിനെ പറ്റി ഒരു ചോദ്യം കൂടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കാസ്റ്റ് അസംബിൾ ചെയ്യുന്നതിനെ പറ്റി ഇതുപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രൊഡ്യൂസേഴ്സിനോടൊപ്പം തന്നെ എം എ നിഷാദിൻ്റെ പടത്തിലെ കാസ്റ്റുകളെ കുറിച്ച്, അതായത് വലിയ താരനിരയാണ് അഭിനയിക്കുന്നത്. ഇപ്പം നമ്മൾ അന്വേഷണത്തിന് തുടക്കമായാലും അയ്യറിന് അറേബ്യ ആണെങ്കിലും വരുന്നതൊക്കെ വലിയ ആളുകളാണ്. എന്നാൽ ഭയങ്കരമായ എന്താ പറയുക, തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കേടിയ സിനിമയും ഇല്ല താനും. ഞങ്ങൾ മെയിൻ സ്ട്രീം സിനിമകൾ എടുക്കാറുണ്ട്, അല്ലാത്ത സിനിമകൾ എടുക്കാറുണ്ട്. എങ്ങനെ ഈ കാസ്റ്റ് കിട്ടുന്നത്? അവർക്ക് എന്നിലുള്ള വിശ്വാസമാണ്. ഞാൻ ചെയ്തു വെച്ച നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പകൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത സംവിധായകനാണ്. ഞാൻ വൈരം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത സംവിധായകനാണ്. സംസ്ഥാന അവാർഡുകൾ വാരിക്കുട്ടിയെ കിണർ ചെയ്ത സംവിധായകനാണ്. അപ്പോൾ ആ സംവിധായകൻ്റെ ഒരു വിശ്വാസം ഈ ആർട്ടിസ്റ്റുകൾക്കുണ്ടാവുമല്ലോ. ഞാൻ ക്രാപ്പ് മൂവി ഒന്നും ചെയ്യാറില്ല. ആകെ ബെസ്റ്റ് ഓഫ് ലക്കിൽ മാത്രം ഇപ്പോഴും തെറിയേട്ടോണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ പിന്നെ വിമർശകർക്ക് ഇഷ്ടപ്പെടുന്നതാവണമെന്നില്ല. എല്ലാവർക്കും എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടണമെന്നാണ്. പക്ഷെ ഞാൻ പറയുന്ന സിനിമകളിൽ ജനങ്ങളോട് സംവേദിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. അംഗീകാരങ്ങൾ, ഞാൻ അവാർഡുകളോ മറ്റതൊന്നുമല്ല. ഒരു സംസാരത്തെ ക്രിട്ടിക്കൽ അക്ലമേഷൻ എൻ്റെ ഭാഗ്യം. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന എപ്പോഴും ക്രിട്ടിക്കൽ അക്ലമേഷൻ. അതാണ് ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു കലാകാരന് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള നടന്മാരുണ്ട്, ആഗ്രഹമില്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് എൻ്റെ സംവിധാന സിനിമകളിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം തികഞ്ഞ ഒരാളല്ലോ ഞാൻ. എന്നാൽ എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് എന്നെ വിളിക്കുന്നവരുമുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഞാൻ അവസരം കൊടുക്കാറുമുണ്ട്. ഈ ക്രിട്ടിക്കൽ അക്ലമേഷൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് ചോദിച്ചാണ്. പല താരങ്ങളും പറയാറുള്ള ഒരു കാര്യം, ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ റോളുകളിൽ വിളിക്കാറില്ല, മെയിൻ സ്ട്രീം പടങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. നമ്മുടെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആ സാഹചര്യത്തിലാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ കളക്ഷൻ വൈസിലല്ല ചോദിച്ചത്. ഇത്രയും അവാർഡുകൾ വാരിക്കൂട്ടി ഇത്രയധികം റെക്കഗ്നേഷൻ കിട്ടിയൊരു സംവിധാനം തന്നെയാണ് താങ്കൾ, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞൊരു മെയിൻ സ്ട്രീം പടം ഒരു കമേഴ്ഷ്യൽ പടമായിട്ട് വരുമ്പോഴേക്കും ഇത് അസംബിൾ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാൻ വേണ്ടി. അതായത് കമേഴ്ഷ്യൽ പടത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ വൈരം ഓടത്തില്ല, ആയുധം ഓടത്തില്ല, അതൊക്കെ പക്ക കമേഴ്ഷ്യൽ. പക്ഷേ ഈ പറഞ്ഞ 2 പടത്തിലും ഒരു വിഷയമുണ്ടായിരുന്നു. ജനങ്ങളുമായിട്ട് സംവേദിക്കാനൊരു വിഷയം ഞാൻ ഇട്ടിട്ടേ ചെയ്യത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഒരു CID മൂസ ചെയ്യുന്നത് എന്താ കുഴപ്പം? അത് മോശം സിനിമയെന്നല്ല, ഞാൻ ആസ്വദിക്കുന്ന സിനിമയല്ലേ. എനിക്കിതൊക്കെ എനിക്ക് അങ്ങനത്തെ സിനിമകൾ എഴുതാൻ ഈ കാണാൻ വളരെ സന്തോഷമുള്ള ആളാണ്. മനസ്സോർത്ത് ചിരിക്കാനും ഒക്കെയുള്ള. എന്താണെന്നറിയില്ല, എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ഉൾപ്പെടെ പറയും തട്ടിപ്പൊളിപ്പൻ കോമഡി ചെയ്തുകൂടെ അവരുടെ ഇതാണ്. ഞാൻ സിനിമയെ കുറച്ചുകൂടി വീട്ടിൽ നിങ്ങളുടെ ആവശ്യമുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ വിമർശകർ വീട്ടിൽ നിന്നുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് വരുന്ന നിർമ്മാതാക്കളും അതുപോലെയാണ്. അവരും കുറച്ച് സീരിയസ് ആയിട്ട് സിനിമയെ കാണണമെന്ന് ആഗ്രഹിക്കും. എനിക്ക് ഐ ക്യാൻ ഡു ഒരു വളരെ തട്ടുപൊളിപ്പൻ ഒരു കോമഡി പടം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട്.
അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആ കൊമേഴ്ഷ്യൽ ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ സോക്കോൾ ഈ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റഡ് മൂവിയിലേക്കല്ല അത് പോകുന്നത്. അതിന് സാമ്പത്തികം. ഇപ്പം ഞാനിപ്പോൾ 1-2 സിനിമകളുടെ പുറകെ പക്ക കൊമേഴ്ഷ്യൽ ലെവലിൽ തന്നെ ചെയ്യുന്ന സിനിമകളാണ്. പക്ഷേ ആ സിനിമകളിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാവും. എനിക്കത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം വേറൊന്നുമല്ല. ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സുണ്ട്. KG ജോർജ് സാറ്, ഭരതേട്ടൻ, പത്മനാഭൻ സാറ്, ശശിയേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല. ശശിയേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാം, എൻ്റെ സിനിമയിൽ ഫ്രെയിമിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടാവും. എന്നെ പഠിപ്പിച്ച ശശിയേട്ടാ. ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും അല്ല, സുഹൃത്തായിരുന്നു. ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യനെ ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ വെക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എന്നെ ഡയറക്ടറാക്കിയത് MG രാധാകൃഷ്ണൻ ചേട്ടനാണ്, മ്യൂസിക് ഡയറക്ടർ. അതൊന്നും മറന്നുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശിയേട്ടനിൽ നിന്ന് ഞാനൊരു ദിവസം ശശിയേട്ടൻ്റെ വീട്ടിലും ചെന്നൈയിൽ പോകുമ്പോൾ അദ്ദേഹം തുഷാരം, അപ്പം സീരിയൽ പിന്നെ ഏഷ്യാനിൽ ഏതിലോ വന്ന് തുഷാരം സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നത്തെ DAO അതുപോലത്തെ കളർ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമയാണെന്നറിയാം തുഷാരം. അപ്പോൾ അതിലൊരു ഷോട്ടുകൾ ഞാൻ ചോദിച്ചു ശശിയേട്ട ഇത്. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ഒരു അധ്യാപകൻ പഠിപ്പിക്കാമെന്നത്. ഞാൻ മനസ്സാലെ ഗുരുവാക്കി വെച്ചിരിക്കുന്ന അദ്ദേഹത്തെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഫ്രെയിമിൽ എനിക്ക് നിർത്താൻ അറിയാം. ഏത് ക്യാമറമാനാണെങ്കിലും ആ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ ഓരോ രീതികളെ എങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് ഞാൻ പഠിച്ചത് ശശിയേട്ടനിൽ നിന്നാണ്. താഴ്വാരം പോലൊരു സിനിമ ചെയ്യാനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അവിടെ ഒന്നും എത്തുമില്ലോ എന്ന് എനിക്കറിയില്ല. താഴ്വാരം പോലൊരു സിനിമ ചെയ്യാനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. ആകെ 5-6 ആർട്ടിസ്റ്റുകളെ വെച്ച് ഒരു കാവ്യം, ഒരു കവിത വരച്ചില്ലേ ഭരതേട്ടൻ. KG ജോർജ് സാർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ടെക്സ്റ്റ് ബുക്കാണ് വരിക. അപ്പം KG ജോർജ് സാറിൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. പത്മനാഭൻ സാറിൻ്റെ സിനിമകൾ, അപ്പോൾ ഇതൊക്കെ കണ്ട് അടൂർ സാറിൻ്റെ സിനിമകൾ, അരവിന്ദ സാറിൻ്റെ, അത് ഇതൊക്കെ കണ്ട് TV ചന്ദ്രചേട്ടൻ്റെ ഈ സിനിമകളൊക്കെ കണ്ട് ഈ സീരിയസ് സിനിമയോടുള്ളൊരു ഞാൻ അവിടം വരെ എത്തിയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ഇപ്പോഴൊരു നല്ല സംവിധായകനാണെന്നുള്ള വിശ്വാസം എനിക്കില്ല, തുറന്നു പറയാം. ഞാനൊരു നല്ല സംവിധായകൻ ഇനിയും ആകണം എന്ന് ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ സിനിമയിലും വ്യത്യസ്തമായി എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കൊച്ചു പിള്ളേരുടെ ഇത് പഠിക്കുന്നുണ്ട്. ഞാൻ പുതിയ യൂട്യൂബിലൊക്കെ വരുന്ന ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന നല്ല മിടുക്കം പിള്ളേരിൽ നിന്ന് അവനെങ്ങനെയായിരിക്കും ആ ഷോട്ട് എടുത്തതെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു മടിയും എനിക്കില്ല. ഞാൻ സിനിമ അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാനാണ് എൻ്റെ അതോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. പഠിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് അങ്ങനത്തെ ആ ഒരു ഇഷ്ടം സിനിമയോടുള്ളത് കൊണ്ടാണ്. പിന്നെ ആരുടെ അടുത്ത് പോയി ഞാൻ ചാൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ഉള്ളവരെയും പറയാമല്ലോ. ഞാൻ ആകെ ഒറ്റ ആളോടെ ചോദിച്ചിട്ടുള്ളൂ. സുഹൃത്തുക്കളായ സംവിധായകരോട് ചോദിക്കുക, ഞാനിവിടെ കൊണ്ടു കേട്ടോ എന്നൊക്കെ തമാശയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മടിയില്ല, ഒരു വിരോധവും ഇല്ല. കാര്യം അങ്ങനെ എന്നെ സ്ഥിരം വിളിക്കുന്നവരുണ്ട്. എന്നെ സ്ഥിരം വിളിക്കുന്നവർ അവർ ചെയ്യുന്ന പടത്തിൽ എന്നെ വിളിക്കാറുമില്ല, അത് വേറെ കാര്യം. അവർ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ പലരും എൻ്റെ എല്ലാ സിനിമകളിലും അഭിനയിക്കുന്നവർ അവർ ചെയ്യുന്ന പടങ്ങളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പോൾ നിഷാനെ വിളിക്കാം എന്നുപോലും അവർ പറയാറില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് വിരോധമല്ലോ ഉണ്ടോ? ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഉള്ള ഒരാളല്ല. പക്ഷേ ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രൊഫസർ അലിയാർ സാറിനെ കാണുമ്പം എപ്പോഴും സാറേ ഒരു ഷോട്ട്, എനിക്ക് ഡയലോഗൊന്നും വേണ്ട, സാറിൻ്റെ പടത്തിൽ ഒന്ന്. അലിയാർ സാർക്ക് തമാശയാന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അടൂർ സാറിൻ്റെ പുതിയ പടം അനൗൺസ് ചെയ്തു, പദയാത്ര. മമ്മൂക്കാണത് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു വ്യക്തിയോട്. ഞാൻ അല്ലാതെ ഈ പോസ്റ്റർ ഷെയർ ചെയ്യാനൊക്കെ ഞാൻ മമ്മൂക്കാട് പറയും, അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ഞാൻ ലാലേട്ടനും ചെയ്തിട്ടുണ്ട്, വളരെയും പറയാൻ. അപ്പം ഞാൻ മമ്മൂക്കാക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കുക, എനിക്ക് അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, എനിക്ക് ഡയലോഗൊന്നും വേണ്ട, ഞാൻ അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ഒരു ഷോട്ടിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി ഭയങ്കര അത്ഭുതപ്പെട്ടു. പുള്ളി പറഞ്ഞ് അത് കാസ്റ്റിങ്ങൊക്കെ ആയി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി സാറിൻ്റെ മമ്മൂക്കായും അലിയാർ സാറും അടൂർ സാറിനോട് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പദയാത്രയിൽ അഭിനയിക്കാൻ പറ്റിയത്. പദയാത്രയിൽ ഞാൻ അഭിനയിച്ചു. അത് ഞാൻ മമ്മൂക്കായുടെ കൂടെയാണ് അഭിനയിച്ചത്. മറ്റു കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് എന്താ ക്യാരക്ടറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ തോന്നുന്നു. അടൂർ സാർ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കി. സാറിന് അടൂർ സാർ 10-18 ടേക്ക് ഡയലോഗുണ്ട്, 10-18 ടേക്കൊക്കെ വരുന്നു. ഫസ്റ്റ് ടേക്ക് ഞാൻ ഓക്കെ ആയി. ഞാൻ ഷഹനാസിനെ നോക്കി, ഷഹനാസാണ് ക്യാമറമാൻ. അതിങ്ങനെ കാണിച്ചു. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലോ. അപ്പം അസോസിയേറ്റ് മീരാ സാർ വന്നിട്ട് വന്നത് ഓക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അത് മമ്മൂക്കയെപ്പോലെ ഒരു വലിയ
നടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായിരുന്നു അദ്ദേഹം. ഞാൻ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഗസ്റ്റായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പ്രമോദ് പപ്പനും ഞാനും പോയി വിളിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് എനിക്കും ഗുണമില്ലായിരുന്നു എനിക്കറിയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പടത്തിൽ ഞാൻ പോകാൻ ധൈര്യമില്ലാത്തത് എനിക്ക് എൻ്റെ പേരിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ സോക്കോൾ ഒരു സൂപ്പർ ഹിറ്റ് വരുമ്പോഴേ ഞാൻ മോഹൻലാലിൻ്റെ മമ്മൂക്കടുത്തൊക്കെ ഒരു കഥ പറയാൻ പോകത്തുള്ളൂ. വേറെ ഒന്നുമില്ല. കാര്യം അവർക്ക് എന്നെപ്പോലെ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാർ പിള്ളേർ ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇടിച്ചു കയറുന്ന ഒരാളല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ഒരു ചാൻസ് ചോദിച്ച് ഞാൻ വിളിച്ചിട്ടുള്ളത് ഈ രണ്ടുപേരുടെ അടുത്ത് മാത്രമാണ്. എനിക്ക് ആ ചാൻസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണും. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കണമെന്നുണ്ട് പദയാത്രയെക്കുറിച്ച്. പദയാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു പദയാത്ര. അതൊക്കെ എനിക്ക് പറയാൻ പറ്റും. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും സെറ്റ്. നമുക്ക് മുതൽ താഴെയുള്ള ഏതൊരു എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അവിടെ ആ ഡയറക്ടർ എന്താണെന്നുള്ളത് ഇങ്ങനെ ആരാധനയോടുകൂടി നമ്മൾ നോക്കിയേക്ക്. ആ മോണിറ്ററിൻ്റെ മുമ്പിൽ അടൂർ സാറ് നിൽക്കും. അടൂർ സാറ് വന്ന് പറഞ്ഞു തരും മോഡുലേഷൻ, ഡയലോഗിൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വരച്ച് പറയും. അതനുസരിച്ച് അങ്ങ് നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എത്ര ടേക്ക് പോയാലും അദ്ദേഹം വഴക്ക് പറയില്ല, വളരെ ശാന്തമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്നത് വരെ ആരെ കൊണ്ടും എനിക്കങ്ങനെ ഒരുപാട് ടേക്ക് കൂട്ടി വന്നില്ല. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എൻ്റെ പൂർവികർ ചെയ്ത എന്തോ നന്മ. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഞാനൊരു സിനിമ പ്രാന്തനാണ് ഇപ്പോഴും. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഒരു സിനിമാ പ്രാന്തൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞത് ഒരു ബുക്സ് ഇറക്കിയിരിക്കുന്നു. അതും ഷാർജയിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയോട് താങ്കളോട് ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പ്രണയമാണ്. എനിക്ക് വേറെ ജോലിക്കൊക്കെ പോവാം, പക്ഷേ ഇതിൽ തന്നെ നിൽക്കുന്നത് എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടും ഓഫ് കോഴ്സ് എനിക്ക് സിനിമയെ ഞാൻ ഇപ്പോഴും ഒരു പാഷനായിട്ടാണ് കാണുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാം ഉള്ളതുകൊണ്ടും സിനിമയ്ക്ക് വേണ്ടി എനിക്ക് സമയം കളയാൻ എനിക്ക് കഴിയുന്നു എന്നുള്ള. സമയം കളയാനല്ല, സമയം എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിനിമയിലാണ്. എം എ നിഷാദ് എന്ന നടൻ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇത് 3 അധ്യായം ഞാൻ കടന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എം എ നിഷാദ് എന്ന ഡിബേറ്ററിലേക്ക് പോകുന്നത്. എം എ നിഷാദ് എന്ന സംവിധായകൻ, അവാർഡുകൾ വാരിക്കൂട്ടിയൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അതിൻ്റേതായ വാല്യൂകളുണ്ട്. ഡിബേറ്റിൽ പോയിരിക്കുക, വിവാദങ്ങൾ പറയുക, തുറന്നു പറയുക, ഈ പ്രസ്താവനകൾ നടത്തുമ്പോൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന വെറുപ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ മറ്റേയാൾ സ്വാഭാവികമായിട്ടും എതിർക്കുക. ഇതിൻ്റെയൊക്കെ തലവേദനകളുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമില്ലേ? നമ്മളെ ഒരു സാമൂഹിക ജീവിയാണ്. ഞാൻ ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ നിൽക്കാം, എനിക്ക് പറ്റായികയൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം. നമുക്ക് ചുറ്റും നടക്കും, നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങൾ അവനവനെ സ്വത്തിലേക്ക് പോയിട്ട് എന്താ കാര്യം? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ബോധ്യം വേണ്ടേ? ഞാൻ സത്യത്തിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ എന്നറിയില്ല. എനിക്കെതിരെ വ്യക്തിപരമായ വരുന്ന അറ്റാക്കുകൾക്കെതിരെ ഞാൻ പ്രതികരിക്കാറില്ല. ചിലതൊക്കെ വളരെ അബ്യൂസിങ് ആവുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്ത് പ്രതികരിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും പ്രതികരിക്കാറില്ല. ഞാനൊരു നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടാണ് ഞാൻ പറയാറുള്ളത്. ശരിയാവാം, തെറ്റാവാം. അപ്പോൾ ഹരിക്ക് അത് ചിലപ്പം ശരിയായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 99% സത്യമായ കാര്യങ്ങളെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഏതൊരു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ, ഞാൻ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ മലയാള സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി, സിനിമയാണല്ലോ പ്രധാനപ്പെട്ട, സിനിമയാണ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരാൾ സംസാരിക്കണ്ടേ? നമ്മൾ പറയാനുള്ള നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ പൊതുസ്വത്താണ്. പൊതുസമൂഹത്തിനോട് അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളെയൊക്കെ പൊതുജനങ്ങൾ കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. ഇവിടെ നവോത്ഥാനം വളർത്തിയത് കലയിലൂടെയാണ്. KPSC നാടകവേദിയിലൂടെയാണ് ഇവിടെ നവോത്ഥാനത്തിൻ്റെ തുടക്കമിട്ടത്.
എന്താണെന്ന് ജനങ്ങളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാനായ ലെനിൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെയും, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഇനി വരുന്ന നൂറ്റാണ്ടുകളുടെയും മാധ്യമമാണ്. സിനിമയിലൂടെ നമുക്ക് സംവേദിക്കാൻ കഴിയണം ഒരുപാട് കാര്യങ്ങൾ. കാര്യം ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മാധ്യമമാണ്. അപ്പോൾ ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ ഇപ്പം ഞാൻ ഈ ഹരി എന്ന് പറഞ്ഞ താങ്കൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്തുകൊണ്ടാണ്? ഞാനൊരു സിനിമയിൽ നിൽക്കുന്ന ഒരാളുണ്ടാണ്. ഞാൻ ചെയ്ത സിനിമകളെ കൊണ്ട് അത് എത്രയോ നല്ലതാവട്ടെ മോശമായിക്കോട്ടെ, അപ്പോൾ അത് സമൂഹം നൽകുന്ന ഒരു വിലയാണ്. അപ്പോൾ സമൂഹത്തിന് നമ്മൾ തിരിച്ചെന്താ കൊടുക്കണ്ടേ? നമുക്ക് സമൂഹത്തിൽ ബാധിക്കുന്ന വിഷയത്തെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ? ഇന്ത്യൻ ഭരണഘടന നമുക്കതിനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ലേ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും ഡിപ്ലോമാറ്റിക്കായിട്ടാണെങ്കിൽ ഞാനിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായനെ. എന്നെ ഇഷ്ടപ്പെട്ടോട്ടെ, എന്നെ എതിർത്തോട്ടെ, പക്ഷെ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? നെപ്പോട്ടിസത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തെറ്റാണോ? ഞാനിവിടെ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എടുത്തിട്ടില്ല. ഞാൻ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എടുത്തിട്ടില്ല. ഇതൊക്കെ തെറ്റാണെന്ന് എൻ്റെ സിനിമകളിലൂടെ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. ഞാനൊരു സാമൂഹിക ജീവിയാണ്. ഞാനൊരിക്കലും അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഥാപാത്രം എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നശിക്കുക തന്നെ ചെയ്യണമെന്ന് കാണിക്കുന്ന സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്ത സിനിമ വന്നിട്ടില്ലേ? അതൊരു ഗോവ വിളിച്ചിട്ടില്ലേ ആളുകൾ? ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടോ? എൻ്റെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ വലിച്ചിട്ടുണ്ടാവും സിനിമയിൽ, അല്ലെങ്കിൽ മദ്യപാനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അട്രോസിറ്റി കാണിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു ഹാപ്പി എൻഡിങ് ഞാൻ കൊടുക്കത്തില്ല. അതിനെ എന്താ പറയുക, നിഷ്കരണം തകർക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ സിനിമ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും തെറ്റ്. അപ്പോൾ തുടർന്നും പ്രതികരിക്കും. അല്ല, പ്രതികരിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രാവിലെ മുതൽ ഒരു ചർച്ചാ തൊഴിലാളിയായിട്ട് ഞാൻ പോയിരിക്കുന്നതാണല്ലോ. ഒരു വിഷയം വരുമ്പോൾ വിഷയത്തിൽ സ്റ്റാൻഡ് പറയും, അത്രേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾ അങ്ങനെ പറഞ്ഞൊരു സ്റ്റാൻഡാണല്ലോ, അൻസിബയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്. ആ കേസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണസമിതി തന്നെ പൂർണ്ണമായും തകർന്നു വീഴുന്ന കാഴ്ച. അതായത് അൻസിബയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ജനറൽ ബോഡി മീറ്റിംഗിൽ 22 മിനിറ്റാണ് അൻസിബ സംസാരിച്ചത്. ഈ അടൂർ സാറിൻ്റെ സെറ്റിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്ന പോലെയായിരുന്നു ജനറൽ ബോഡി മീറ്റിംഗിൽ. ഒരാൾ അനങ്ങിയിട്ടില്ല. അതിനുശേഷം മറുപടി ഇല്ലാതെയാണ് ശ്വേതാ മേനോനും ബാക്കി കൂട്ടരും ഇറങ്ങിപ്പോയത്. ഞാൻ പറയുന്നത് ഇപ്പോഴും ശ്വേതാ മേനോന് മനസ്സിലായിട്ടില്ല അൻസിബ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഡെപ്ത് എന്താണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ്. കാരണം നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയാണ്. വിഷയം ആലോചിച്ച് നോക്കുക. മതപരിവർത്തനം, ഒരു കൂടെ ജിഹാദി പരാമർശം, ഇതിൻ്റെ ഗ്രാവിറ്റി ഇപ്പോഴും മനസ്സിലാവാത്ത ഒരാൾ തലപ്പത്ത് നിൽക്കുക. അത് സംഘടനയെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സംഘടനയുടെ വീഴ്ച തന്നെ. ഉറപ്പല്ലേ? ഞാൻ എന്തുകൊണ്ട് അൻസിബ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങൾ സത്യം പറഞ്ഞാൽ ആ കുട്ടിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കാരണം അവരെന്താ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചിന്തിച്ചൂടെ? എനിക്ക് അമ്മയിലെ അംഗങ്ങളോട് ബഹുമാനം തോന്നിയ നിമിഷമായിരുന്നു മെനഞ്ഞാന്ന്. താങ്കൾ പറഞ്ഞ പോലെ പിൻ ഡ്രോപ്പ് ഉണ്ടല്ലോ. ഏതിനും രണ്ട് പക്ഷം ഉണ്ടാവും, ഇല്ലേ? ആ രണ്ട് പക്ഷത്തിലൂടെ വന്ന ആളുകൾ മുഴുവൻ ഈ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ അവർ മുഴുവൻ, അതായത് 90% ആളുകൾ അതിനെ ശരിവെച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അതിൻ്റെ പ്രസിഡന്റ് രാജിവെക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഭരണസമിതിക്ക് രാജിവെക്കണം. ഞാൻ പറയുന്നു, ആ ഭരണസമിതിയിലെ എല്ലാവർക്കും അല്ല, 90% ആളുകൾക്കും പേഴ്സണൽ അജണ്ട ഉണ്ടായിരുന്നു. കുക്കു പരമേശ്വരനൊന്നും ആ ഇതിൽ ഇരിക്കാനേ യോഗ്യതയില്ല. കാര്യം അറിയില്ല. അധികാരത്തിൻ്റെ ഭ്രമം മാത്രമല്ലല്ലോ വേണ്ടത്. ഒരു സംഘടനയെ അഥവാ സംഘടനാ ചുമതലകൾ അല്ലെങ്കിൽ സംഘടന എന്താ കൊണ്ടുവരണമെന്ന് അറിയത്തില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. നോക്കൂ, 25 വർഷക്കാലം ഇടവേള ബാബു അവിടെ ഇരുന്നു. ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താം. ഒരു കസാര ഇരിക്കുമ്പോൾ ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താം. അനാവശ്യമായിട്ടുള്ള ക്രിറ്റിസിസം ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. അയാൾ മാന്യമായിട്ട് കൊണ്ടുപോയില്ല 25 വർഷം. നിങ്ങൾ നോക്കണം, ആ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു ചാരിറ്റബിൾ സംഘടന, തൊഴിലാളി സംഘടനയല്ല. അതിൽ 135ഓളം അംഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, ഇല്ലേ? കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ആ ഒരു സംഘടനയെ അമ്മയെന്ന് തന്നെ വിളിക്കാവുള്ളൂ.
ഈ AMM എന്നൊക്കെ വിളിച്ച് ഓരോരുത്തർ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. കാര്യം നടക്കുന്ന കാര്യങ്ങൾ അതായതുകൊണ്ടല്ലേ. പക്ഷേ എങ്കിലും എന്നാലും അത് ശരിയല്ല. കാര്യം ഒരു സംഘടനയെ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. അത് മുരളിച്ചേട്ടനിട്ട പേരാണ്, ഭരത് മുരളി ഇട്ട പേരാണ്. അതിനെയാണ് ഞാൻ മാനിക്കുന്നത്. അതിനകത്ത് നല്ലവരും ഇല്ല സഹോദര. 1, 2, 3 പേര് കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പേര് കാണിക്കുന്ന കാര്യത്തിൽ ഒരു സംഘടനയെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ശരിയല്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് എൻ്റെ കാര്യം, ഞാൻ അമ്മയിലെ അംഗമല്ല. അമ്മയിൽ എന്നെ അംഗമാക്കാൻ വേണ്ടി സുധീർ കരമന എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് പല പ്രാവശ്യം വന്ന് ഞാൻ കൊടുത്തില്ല. ഇത്തവണ കൈലാഷ് പറഞ്ഞിട്ട് ഞാൻ ഒരു മെയിൽ കൊടുത്തു, ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. എന്താ കാര്യം? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കതുകൊണ്ട് അതിൻ്റെ വിരോധമുണ്ടോ? 2 ലക്ഷം രൂപ ലാഭിച്ചു എന്നുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ അഭിനയിക്കണമെങ്കിൽ അമ്മയുടെ ഇതോ ഒന്നുമില്ല. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ 500-ൽ എത്ര പേർക്ക് പിന്നെ അവസരങ്ങളുണ്ട്. എല്ലാ പടത്തിലും എല്ലാവരെയും വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതിനു വേണ്ടി ഇവരെന്ത് ചെയ്യും? അപ്പം ഞാൻ ചോദിക്കുന്നത്, അടുത്ത പ്രാവശ്യം ബാങ്കോക്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തും, തായ്ലൻഡിൽ. അങ്ങനെ അതല്ലല്ലോ വേണ്ടത്. അവിടെ ആ അംഗങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കുക. ഒരു അംഗത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായെങ്കിൽ ആ ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ അത് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നല്ല പറയേണ്ടത്. ഇപ്പോൾ ഇടവേള ബാബുവോ വേറെ ആരോ ആയിരുന്നെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമായിരുന്നു. പിന്നെ ഒരു വിടുവായന അതിനകത്ത് ഇരിപ്പുണ്ട്. ആ വിടുവായന ഒരു സാമൂഹ്യ വിപത്താണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതൊക്കെ ഞാൻ പറയുന്നതിലാണോ എന്നോട് ദേഷ്യം? അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, അയാളെപ്പോലെ ഒരാൾക്കെതിരായിട്ട് ഞാൻ ശക്തമായി പറയുമ്പോൾ 90% ആളുകൾ എൻ്റെ കൂടെയാണ്. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. താങ്കൾ ഈ പറയുമ്പോൾ ഈ കമൻസ് ആണല്ലോ, കമൻ്റ് ആണല്ലോ, 90% ആൾക്ക് പിന്നെ ആളുകളും ദേ ആർ വിത്ത് മീ. 95 വെക്കും ഞാൻ. 95 അല്ല, അതിൽ കൂടുതലുണ്ട്. ഞാൻ കുറച്ചൊരു 10% മുഴുവനും കൊടുത്താൽ. അതായത് എന്തോ ഒരു സാമൂഹിക വിപത്താണ്. ചീപ്പ് എക്സിബിഷനിസ്റ്റ് അല്ലേ? അപ്പോൾ അയാൾ എന്തൊക്കെയാണ് ജിഹാദി എന്ന് വിളിക്കുക കുട്ടിയെ, പിന്നെ വർഗീയപരമായി സംസാരിക്കുക, ഇതൊക്കെ ശരിയാണോ? അതിനുള്ള യോഗ്യത ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അയാൾക്ക് യോഗ്യതയുണ്ടോ ഇരിക്കാൻ? ഞാൻ പറയില്ല എന്ന് പറയും. പക്ഷേ അവിടുത്തെ അംഗങ്ങളാണ് അയാളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അംഗങ്ങൾ ചിന്തിക്കണം, ഇത്തരം അബ്സ്ട്രാക്റ്റുകൾ അതിനകത്ത് വരണോ വേണ്ടോ എന്ന് ചിന്തിക്കണം. അത് ശരിയല്ല. ഇതിനൊക്കെ പറയുമ്പോൾ എന്തിനാണ് എനിക്ക് ശത്രുക്കളുണ്ടായിക്കോട്ടെ, ഓരോ ദിവസവും പുതിയ ശത്രു ഉണ്ടാകും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശത്രുത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ശത്രുത തോന്നാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊരു ദേഷ്യം തോന്നാം. ശത്രു ആവുന്ന എപ്പോഴാണ്? ശത്രു ആവുന്ന നിങ്ങളെ ഞാൻ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുമ്പോഴല്ലേ. ഞാൻ എവിടെയാണ് നിങ്ങളെ ദ്രോഹിച്ചിരിക്കുന്നത്? അപ്പോൾ ശത്രുതയല്ല, അസൂയാണ്. അസൂയാണുള്ളത്. അഭംഗുരം തുടർന്നോട്ടെ, മാവുള്ള മാവേലേ കല്ലെറിയത്തുള്ളൂ, ഇല്ലേ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരെയെങ്കിലും അലോസരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ടെന്ന്. അവിടെയാണ് അൻസിബയുടെ വിജയം. അൻസിബ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. നോക്കൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കണക്ക് ചോദിച്ചു, കണക്ക് കറക്റ്റായിട്ട് കൊടുത്തോ? കൊടുക്കേണ്ടതല്ലേ? അല്ലേ? അവിടെ ഓഡിറ്റർ വന്നിരിപ്പിട്ട് ഓഡിറ്റർ കൊറീസാണ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ കണക്കല്ല കൊടുത്തിരിക്കുന്നത്. അത് ഇത്രയും നാളായിട്ട് അവർ കണക്ക് കൊടുത്തോ? ഇല്ല. ഒന്നത്. 2, നമ്മൾ ഈ റീൽസ് ഇട്ടും ഭക്ഷണം കഴിച്ചും പോകുന്നതല്ലല്ലോ. ഇവിടെ ഈ ജനറൽ ബോഡിയിൽ തെളിയിച്ച അമ്മയുടെ അംഗങ്ങൾ ഓരോ അംഗത്തിനോടും എനിക്ക് അധമ്യമായ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ജനാധിപത്യം പുലർന്നതിൻ്റെ ഒരു ലക്ഷ്യമാണത്, അല്ല ഒരു ലക്ഷണമാണത്. അവർ എഴുന്നേറ്റ് നിന്ന് പലരും ചോദിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. എനിക്ക് അതിനകത്തല്ലായിരുന്നു, പക്ഷേ ഞാൻ ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ് പറയുന്നത്. ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കണം. നേതൃത്വത്തെ തിരുത്തണം. വണ്ണമങ്ങ ഈക്വൽസ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ കസേര ഇരുത്തിരിക്കുന്നത് അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലാണെങ്കിലും നമുക്ക് വേണ്ടിയല്ലേ അവർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തില്ല എങ്കിൽ അത് റീൽസ് ഇട്ടും അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾ മേടിച്ചും പേഴ്സണൽ അജണ്ടകൾ പിന്നെ വളർത്തുന്നതിലല്ല കാര്യം. ഇനി അവർ പറയുന്ന തൊട്ട് മീഡിയയ്ക്കെതിരായിട്ട് ശ്വേത എൻ്റെ സിനിമയിൽ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ശ്വേതയോട് ഭയങ്കര ഇഷ്ടമാണ്. ആ സഹോദരി പിന്നെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാവർക്കും അറിയാം. പുറത്ത് പലരും എൻ്റെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാന്യമായ കാര്യങ്ങളാണ്, എനിക്ക് അജണ്ട ഇല്ലാന്ന് വ്യക്തമായി അറിയാവുന്ന ഒരുപാട് പേരായ മെമ്പർമാരാണ്. ഞാൻ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതുമായ ചിത്രങ്ങളിൽ മധുസാറ് മുതൽ ധ്യാൻ ശ്രീനിവാസൻ വരെ 162 താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു 10% പേര് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? സ്ഥിരമായിട്ട് എന്നോട് ആലോചിക്കാറുണ്ട് അവിടുത്തെ അംഗങ്ങൾ.
ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടോ? ഞാനിപ്പോൾ ആ ഒരു മെമ്പർഷിപ്പ് തന്നില്ലെങ്കിൽ 2 lakhs ലാഭം അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾ എന്ത് കാര്യം? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞാലും കേൾക്കുന്നവരില്ലേ? ഈ അമ്മയിൽ ഉള്ളവർ ശ്രദ്ധിക്കാനും കൂടി ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞാലും കേൾക്കും. അപ്പോൾ ഞാൻ സത്യസന്ധമായ പറയത്തുള്ളൂ, അവർക്ക് വേണ്ടിയേ സംസാരിക്കത്തുള്ളൂ. അതിന് ബോധ്യമുള്ളതുകൊണ്ടല്ല, അല്ലെ നിഷാദ് പറഞ്ഞു പറഞ്ഞ ചെയ്തവരല്ലല്ലോ. അപ്പോൾ അവരെല്ലാം സംസാരിച്ചു എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ നിൽക്കക്കള്ളിയില്ല, ഇറങ്ങിപ്പോയേ പറ്റൂ. അപ്പോൾ അത് ശരിയല്ല. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. അൻസിബയോട് കാണിച്ചത് ക്രൂരതയാണ്, ഒട്ടും നീതി അർഹിക്കുന്നതല്ല. അത് മാത്രമല്ല, അതിനകത്ത് 2 നടിമാർ തമ്മിൽ ഇഷ്യൂ ഉണ്ടായി. ഒരു നടി പറഞ്ഞ തെറിയുടെ കണക്ക് എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു. ഒരു സംഘടനയിൽ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണെന്ന് പറയാം. അപ്പോൾ അതൊന്നും ശരിയല്ല. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരുന്നു, പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് വരുന്നു. ഒന്നും ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല, ഈ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുക ഇത് മുമ്പ് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണല്ലോ. ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, ഭക്തജനങ്ങൾ ഭഗവാന്റെ കാണിക്കയിലിട്ടിരിക്കുന്നതാണ് ഇല്ലേ? അവരുടെ വേദനകൾ, അവരുടെ സന്തോഷം, അവരുടെ പ്രാർത്ഥനകൾ അതൊരു സിനിമ താരങ്ങളുടെ സംഘടനയെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിക്കാരും അത് ആലോചിക്കണം. ക്ഷേത്ര കമ്മിറ്റിക്കാരായാലും പള്ളി കമ്മിറ്റി ആയാലും ആരായാലും എന്ത് കാര്യത്തിലാണ്. നോക്കൂ, നമ്മൾ ദൈവത്തിനെ ഞാൻ അള്ളാഹു എന്ന് വിളിക്കുന്നു, നിങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു, ഇംഗ്ലീഷുകാരൻ ഗോഡ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നല്ലേ? അറബിയിൽ ദൈവം എന്നുള്ളതിന് അള്ളാഹു, മലയാളത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ സിറിയാനി ഭാഷയിൽ ആലോഹോ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുന്നു. ഇതെല്ലാം ഒന്നല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഡൊണേഷൻ അല്ലെങ്കിൽ അവരുടെ പരസ്യം എന്ന് പറഞ്ഞാൽ നാളെ പള്ളിക്കാരൻ വരും, അടുത്ത വേറെ ഉള്ളൂ, അത് കഴിഞ്ഞ് രാഷ്ട്രീയം വരും. എന്തിനാത്? അതല്ലേ ആ കൊച്ചു ചോദിച്ചത്. 33 വർഷമായിട്ട് വിളിച്ചപ്പോൾ അതിനെ ജിഹാദിയാക്കി. അങ്ങനെ ചോദിച്ചപ്പോൾ അതിനെ ജിഹാദിയാക്കി. ആ കൊച്ചിൻ്റെ പേര് അൻസിബ എന്നായോണ്ടല്ലേ. ഈ ജിഹാദ് എന്താണെന്ന് പോലും അറിയാത്തവരാണ്. അത് ഈ അറബി പദങ്ങൾ വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ട്. ഇപ്പോൾ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അനുവദനീയം എന്നേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവദനീയമായ ഭക്ഷണം, അത്രേ ഉള്ളൂ ഹലാൽ. അതിനെയാണ് ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയത്തിൽ ഈ പദങ്ങൾ വെച്ചിട്ടുള്ള ഇതാണ്. ഇപ്പം അൻസിബയ്ക്ക് പകരം അവിടെ സരയുവോ മറ്റുള്ളവരെ പറഞ്ഞെങ്കിൽ ജിഹാദി പദം വരില്ല. അപ്പം അതൊരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണെന്നല്ല, അതിനെ പോയിൻ്റ് ചെയ്ത് സംസാരിക്കാൻ ചിലപ്പോൾ ടിനി ടോമിനെ പറ്റി പറയുന്നത്, അയാൾ ഭയങ്കരമായിട്ട് റേസിസം സംസാരിക്കുന്ന ആളാണ്. അയാൾ ഭയങ്കരമായിട്ട് ഒട്ടും സെക്യുലർ അല്ലാതെ വർഗീയപരമായി സംസാരിക്കുന്നത് അയാളാണ്. ഈ ജിഹാദിയെന്നും മറ്റേന്നൊക്കെ വിളിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ഉത്തരം പോലും ഇല്ലായിരുന്നല്ലോ. അവർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിൽ. അപ്പോൾ ആ കുട്ടിക്ക് സംഘടനയിൽ നിന്ന് നീതി കിട്ടാത്തപ്പം മാധ്യമങ്ങളോട് അവൾ പറയണ്ടേ? അതെ, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർത്ത് അല്ലേ? ഫോർത്ത് എസ്റ്റേറ്റാണ്. അവിടെ നീതി കിട്ടാത്തത് കൊണ്ടാണല്ലോ പറഞ്ഞത്. അതിനൊന്നും അൻസിബയുടെ കൂടെ തന്നെയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അൻസിബയുടെ കൂടെ തന്നെയാണ് ഞാൻ. മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു, പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ചിരുന്നു. പക്ഷെ പറഞ്ഞിരുന്ന കാര്യം ശ്വേതയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡുണ്ട്. അതായത് ശ്വേത ഇതിൽ നിരപരാധിയാണ്, ബാക്കിയുള്ളവർ ആണ് ഇതിൽ പ്രശ്നക്കാർ. അപ്പോൾ ശ്വേത ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ ശ്വേതയുടെ കാര്യം പറഞ്ഞിരുന്നു, താങ്കൾ വ്യക്തിപരമായി അറിയാം. ശ്വേത അപരാധിയാണോ നിരപരാധിയാണോ എന്നുള്ളതല്ല വിഷയം. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ശ്വേത ചെയ്യാത്തതുകൊണ്ടാണല്ലോ ശ്വേതയ്ക്കും കൂടി ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അപ്പോൾ അത് ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ ഓഫറുകളിലൊന്നും അംഗങ്ങൾ വീടില്ല. ഏത് തായ്ലൻഡ് ഓഫറുകളിലൊന്നും അംഗങ്ങളില്ല. അംഗങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കാണണം. അത് ശ്വേത എന്നുള്ള വ്യക്തിയോടൊന്നുമല്ല, ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അപ്പോൾ ഇറങ്ങി പോകേണ്ടി വരും, സ്വാഭാവികമല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ മല്ലിക ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു മാതൃതുല്യമായി സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മയുടെ പ്രായമുള്ളൂ. ഞാൻ 8 വയസ്സുള്ളപ്പം സുഖുവേട്ടൻ്റെ കൂടെ അഭിനയിച്ച ആളാണ് അന്തിവെല്ലപ്പൊന്നിൽ. അന്ന് ഒക്കത്ത് പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പൃഥ്വിരാജ് എൻ്റെ പടത്തിലെ നായകനായി.
ഞാൻ ആദ്യം പടം സംവിധാനം ചെയ്യുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള ആളുകളെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒന്ന് എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, എൻ്റെ പ്രാർത്ഥനകളിൽ ഇന്നുമുള്ള ആളാണ്. എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്നോട് അത്ര വാത്സല്യമാണ്. പപ്പി ചേച്ചി ഭാര്യയെ ആ വീട്ടിൽ കഴിക്കാതെ ഞാൻ കഴിച്ചിട്ടൊന്നും ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ഞാൻ പോയി ദോശ കഴിക്കുന്ന ഒരു വീടാണ് മേടയിൽ വീട്. രാധാകൃഷ്ണനാണ് അവരുടെ മകൻ. എൻ്റെ മിക്കവാറുമുള്ള പടങ്ങളിലൊക്കെ എൻ്റെ അനിയനാണ് അവൻ. എൻ്റെ മക്കളിലൊക്കെ പിന്നെ ഓഡിയോഗ്രാഫി ചെയ്യുന്നത് രാധാകൃഷ്ണനാണ്. മിക്കവാറും സിനിമ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മാറ്റും, അവനും അറിയാതെ. എന്നാലും ഒട്ടുമിക്ക പടങ്ങളിലൊക്കെ. അപ്പോൾ ആ കുടുംബത്തോടുള്ളൊരു അഭേദ്യമായ ബന്ധം എനിക്ക് എന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. അത് ഞാൻ സംവിധായകനായതിന് മാത്രമല്ല, എന്നോടുള്ളൊരു വാത്സല്യം ഭയങ്കരമാണ്. എന്നിലെ കഴിവിനെ, എനിക്ക് കഴിവുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അത് ഉയർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എം ജി രാധാകൃഷ്ണൻ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ എന്നും കാണുന്നൊരു മുഖമാണ്. അതുപോലെ തന്നെ അന്ന് ആ പകൽ സംഭവിക്കാൻ അതിൻ്റെ നിർമ്മാതാക്കളായ ബിജുവും സന്തോഷും, ബാബു ജനാർദ്ദനൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, തിരക്കഥാകൃത്താണ്. ഞാനും പൃഥ്വിരാജുമായിട്ടുള്ള അടുപ്പത്തിന് കാരണം ബാബു ജനാർദ്ദനൻ. എം ജി രാധാകൃഷ്ണൻ ആദ്യം വിളിച്ച് പറയുന്നത് മല്ലിക ചേച്ചി എടുത്ത ഇങ്ങനൊരു സബ്ജക്റ്റ് ഞാൻ കേട്ടു, നീ മല്ലിക ഒന്ന് രാജുവിനോട് സംസാരിക്കണം. അപ്പോൾ അന്ന് രാജുവിന് അപ്രഖ്യാപിത വിലക്കുകളുണ്ട്. ഞാൻ ധൈര്യപൂർവ്വം രാജുവിനെയും തിലകൻ ചേട്ടനെയും വെച്ച് അന്ന് എന്നെ എടുത്ത് ഭീഷണിപ്പെടുത്തി, പടം ഇറക്കത്തില്ലാതെ പറഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആർക്കാണ് തലപ്പത്തിരിക്കുന്നവരത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ പടം ഇറക്കത്തില്ലാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ പടം ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ, എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്. അന്ന് ആ പടം ഇറക്കിയപ്പോൾ അത് കാണാൻ ആദ്യം വന്നത് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ്. അങ്ങനെയാണ് ഞാൻ മറുപടി പറയുന്നത്. ഇവരെയൊക്കെ ഈ പിന്നെ തിട്ടൂരോത് എൻ്റെ അടുത്ത് ഇറങ്ങൂല. എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കുറേ വിലക്കുകൾ നൽകും. ഐ ഡോണ്ട് കെയർ എന്ത് കാര്യത്തിന് എനിക്ക് വിലക്ക് എന്ത്. എനിക്ക് സിനിമ ഇഷ്ടമാണ്. സിനിമയുടെ ഏതെങ്കിലും മൂലയിൽ ഞാനുണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മല്ലിക ചേച്ചിയുടെ അടുത്ത് ഒന്നും ഞാൻ വിമർശിക്കത്തേ ഇല്ല. ഒരക്ഷരം ഞാൻ എതിരായിട്ട് പറയത്തില്ല. എനിക്കെതിരായ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചു പോകും. അപ്പോൾ ചില കാര്യങ്ങളിൽ ചേച്ചി പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയാം, ഞാൻ ഗ്രൂപ്പ് ചെയ്തെങ്കിൽ ലെഫ്റ്റായി. എനിക്ക് അത്ര റെസ്പെക്റ്റാണ്. അങ്ങനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് ഞാൻ പറയില്ല. അതുകൊണ്ട് ആ ചോദ്യം ഒഴിവാക്കല്ല, കൂടുതൽ ആ ചോദ്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഇനി എം എ നിശാന്ത് രാഷ്ട്രീയക്കാരനിലേക്ക് വരാം. താങ്കൾ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. താങ്കളുടെ പേര് അസംബ്ലി ഇലക്ഷൻസിൽ ഉൾപ്പെടെ പലതവണ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. എന്താണ്, അങ്ങനെ ഒരു വിഷയമുണ്ടോ? താങ്കൾ പാർട്ടിയോട് സംസാരിച്ചിരുന്നു, സീറ്റുമായി ബന്ധപ്പെട്ട് പാർട്ടി താങ്കളെ സമീപിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നെഹ്റുവിയൻ ആശയങ്ങൾ ആര് പിന്നെ സ്വായത്തമാക്കും അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാൽ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ആരും എല്ലാവരും ഇടതുപക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷമാണ്. ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ചിന്താഗതികളുമായി ആര് നിന്നാലോ വർഗീയതയ്ക്കെതിരായി അങ്ങോട്ട് പറയട്ടെ, മതനിരപേക്ഷ, അങ്ങനെ ഞാൻ പറയുന്നത് കറക്റ്റാണ്. താങ്കളുടെ ചോദ്യം മതനിരപേക്ഷയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി അതല്ലേ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷക്കാർ, CPM CPI ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുണ്ട്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ചിന്തകളുമായിട്ട് നിൽക്കുന്ന, വർഗീയത താലോലിക്കുന്ന ആളുകളാണ് വലതുപക്ഷം എന്നത്. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. സാങ്കേതികമായി കേരളത്തിലെ ഇടതുപക്ഷത്തിൽ ഞാൻ 2001 UDFൻ്റെ അസംബ്ലി കാൻഡിഡേറ്റായിരുന്നു. ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ കാലുവാരി തോപ്പിച്ച് വാഹിദ് അവിടെ ജയിച്ചു. എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് എന്നെ പന്നിയൻ രവീന്ദ്രനും കെ ഇസ്മാനും സി ദിവാകരനും ഉൾപ്പെടെയുള്ളവർ CPIയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പുനലൂർ ഞാൻ ജനിച്ച സ്ഥലമാണ്. പുനലൂർ എനിക്ക് അത്രയും ആത്മബന്ധങ്ങളും ബന്ധുബലവുമുള്ളൊരു സ്ഥലമാണ്. പുനലൂർ എന്നെ CPI അവരുടെ പാർട്ടി ടിക്കറ്റ്, അവരുടെ പാർട്ടി മെമ്പർഷിപ്പ് തരികയാണ്. ഇനി നിങ്ങൾ കേട്ടോണം, CPI എന്ന് പറഞ്ഞാൽ ഒരു മഹാരഥന്മാർ പിന്നെ നയിച്ചിരുന്ന പ്രസ്ഥാനമാണ്. അതായത് PKV, അച്യുതമേനോൻ, NE ബൽറാം ഉൾപ്പെടെയുള്ള വലിയ പിന്നെ ഒരു നേതാക്കന്മാർ, അതായത് ഏറ്റവും നല്ല നേതാക്കന്മാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അണികൾ കുറവാണ്, പക്ഷേ നേതാക്കന്മാർ അതുപോലെയായിരുന്നു. അത്രയും വലിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIയുടെ ആദർശങ്ങൾ എനിക്ക് താല്പര്യമുള്ള ഇതാണ്. CPI ഒരു കാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയുള്ള പാർട്ടിയായിരുന്നു. പക്ഷേ ആ CPIയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു. 8 വർഷത്തോളം എന്നെ വെറും ബ്രാഞ്ചിലിട്ട് ഒതുക്കി. ഞാനൊന്നും ചോദിച്ചിട്ടില്ല.
ബ്രാഞ്ച് കമ്മിറ്റിയിൽ 8 വർഷം, അതിനൊക്കെ തെളിവുണ്ടല്ലോ. ഞാൻ പുനലൂർ തന്നെ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. പുനലൂർ സാംസ്കാരിക സമിതി, ഞാനും AK നസീർ ഉൾപ്പെടെയുള്ള, യമുന സുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളെല്ലാവരും കൂടി ഒരു സാംസ്കാരിക സമിതി രൂപീകരിച്ചു. തൂക്കുപാലം പുനരുജ്ജീവനത്തിനെ പറ്റി സമരം നടത്തി, ഉപവാസം നടത്തി. കലാകായിക രംഗത്തുള്ള പ്രവർത്തകരെല്ലാവരും അവിടെ വന്നു. സുഗതകുമാരി ചേച്ചി അവസാനം വന്ന ചില ഫംഗ്ഷനുകളിലൊന്നാണ്. അതൊരു വലിയ വിജയമായി. അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു, KC ജോസഫ് സാറായിരുന്നു അന്ന് പുരാവസ്തു വകുപ്പ്, അതിൽ ശ്രീ തിരുവഞ്ചൂരായിരുന്നു വനം വകുപ്പ്. അപ്പം അന്നത്തെ ഞങ്ങളുടെ സമരം വിജയം കാണുകയും പുനരുദ്ധാരണം നടക്കുകയും തൂക്കുപാലം തുറന്നു കൊടുക്കുകയും ചെയ്തു. ജനറൽ ആശുപത്രിയിൽ OP ടിക്കറ്റിന് OP കൗണ്ടറിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ സമരം നടത്തി. ഇതൊക്കെ സാംസ്കാരിക സമിതിയാണ് ചെയ്തത്, അല്ലാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇല്ല. CPI എന്നെ അതിബുദ്ധിപൂർവ്വം അതിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. CPI തനിക്കാക്കി വിടക്കാക്കുക എന്നുള്ളതാണ് CPIയുടെ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. ഞാൻ ഇതിനകത്ത് ഇന്ന് വരെ അപ്പോൺ ഗോഡ് ഒരു സീറ്റ് ചോദിച്ച് CPIയുടെ ആൾ പോയിട്ടില്ല. ഒന്ന്, പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഇതിനു മുമ്പ് രാജു സാർ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുപാലായിരുന്നു, അതിന് തൊട്ട് മുമ്പ് രാജു സാറ് 2 ടേം കഴിഞ്ഞ് 3-ാം ടേമിൽ രാജു സാർ മത്സരിക്കുമ്പോൾ 1-2-3 സഖാക്കൾ എൻ്റെ പേര് പറഞ്ഞു. അബ്ദുൽ ഖാദർ, അദ്ദേഹം ഇപ്പം മരണപ്പെട്ടു പോയി. എൻ്റെ ഇങ്ങനെ കലാരംഗത്ത് നിന്ന് വന്നതും നമ്മുടെ നാട്ടുകാരനും ഇതായിരുന്നു MA നിഷാദിനെ പരിഗണിച്ചില്ല. എനിക്ക് വിരോധമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അപ്പോഴത്തേക്കിന് എനിക്കുള്ള ജനസമ്മതി കൊണ്ടാണോ എന്നറിയില്ല, 17ഓളം സഖാക്കൾ എൻ്റെ പേര് പറഞ്ഞു. ഇത് ജില്ലാ കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് പറയാൻ കൊള്ളാമെന്നറിയത്തില്ല, ആ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഡയലോഗുകൾ പറഞ്ഞ് എന്നെ പരിഗണിച്ചില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ട് പോലും ആ പേര് പോയില്ല. എന്നെയും പരിഗണിച്ചില്ല. ചടയമംഗലത്ത് എന്നേക്കാളും പാരമ്പര്യമുള്ള മുസ്തഫയെ ഒതുക്കി. ഇനി ഞാൻ നിങ്ങൾ വരികളുടെ ഇടയിലൂടെ വായിച്ചോണം. മുസ്തഫയെ ഒതുക്കി, MA നിഷാദിനെ ഒതുക്കി, ഈ 2 പേരെയും ഒതുക്കി. ബാക്കി ചിഞ്ചു റാണിക്കൊക്കെയാണ് സീറ്റ് കൊടുത്തത്. എനിക്ക് വിരോധമില്ല. CPI എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം CPMൻ്റെ തണലിൽ ജീവിക്കുന്നതാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കേരളത്തിലെ 1-2 നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി സ്ഥലത്തൊക്കെ CPM ഉള്ളത് കൊണ്ടാണ് CPI പിടിച്ചു നിൽക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. എനിക്കെതിരെ അതിശക്തമായിട്ടുള്ള വളരെ മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞ ആളുകളുണ്ട്. പുല്ലൂർ ഇതിൽ എൻ്റെ കൂടെ നടന്ന് എന്നോടൊപ്പം സമയം ചെലവഴിച്ച് അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ തിരഞ്ഞെടുപ്പിലും അവിടെ മുനിസിപ്പാലിറ്റിയിലായാലും മത്സരിക്കുമ്പോഴും ആ ഓരോ വീടാന്തരം എന്നെ വിളിച്ച് കയറ്റി ഇന്ന ആളാണ്, എൻ്റെ കഴിവും എൻ്റെ സമ്മതിയും ഒക്കെ നേടിയെടുത്ത ആളുകളാണ് എനിക്കെതിരെ അതിമോശമായ, വളരെ മോശമായ വർത്തമാനം അവിടെ കമ്മിറ്റിയിൽ പറഞ്ഞത്. ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഭയം എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, ഇവൻ കയറി വന്നാൽ പ്രശ്നമാണെന്നുള്ളതുണ്ട്. മെമ്പർഷിപ്പ് പോലും അവർ പുതുക്കി തന്നില്ല. മെമ്പർഷിപ്പ്, ഞാൻ CPIക്കെതിരായിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ആ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം. ഇന്ന് എനിക്ക് മെമ്പർഷിപ്പ് പോലും അവർ പുതുക്കി തന്നില്ല. അതിനുള്ള കാരണം ചോദിച്ചാൽ തന്നെ തമാശയാണ്. ഇപ്പോഴത്തെ MLA ആയ അജയപ്രസാദിന് ഒരു കല്യാണത്തിന് ഞാൻ പറഞ്ഞു, പ്രസാദ് നിങ്ങൾ എനിക്ക് മെമ്പർഷിപ്പ്, അയ്യോ മെമ്പർഷിപ്പ് പുതുക്കി തന്നില്ല. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസേ അവർക്കുള്ളൂ എന്നോട്. 8 വർഷം ബ്രാഞ്ചിൻ്റെ മേളിലേക്ക് എന്നെ കയറ്റി വിട്ടില്ല. ഈ സീറ്റൊക്കെ പോട്ടെ, എന്തായിരിക്കും എനിക്ക് യോഗ്യതയില്ലേ? ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എനിക്ക് യോഗ്യതയില്ലേ? 28ാമത്തെ വയസ്സിൽ ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചവനാണ്. ഒരു കുടുംബത്തിലേക്ക് തന്നെ 6 തവണയാണ് സീറ്റ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെ മക്കൾ രാഷ്ട്രീയം പറ്റുന്നത്, ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ CPI ആണ്. കേരളത്തിൽ CPI ആണ്. അത് ഞാൻ പറയാൻ യാതൊരു മടിയില്ല. അവരുടെ ആളുകൾക്ക് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അതൊരു കോക്കസാണ്. ആ കോക്കസിനപ്പുറം ഇതിൽ CK ചന്ദ്രപ്പൻ വരെ ആ പാർട്ടി നന്നായിട്ട് കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പാർട്ടി നശിച്ചു. അത് പറയാൻ എനിക്ക് ആരും മടിയില്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടൊന്ന് മാറിയിരിക്കുക. അതാണ് ഇപ്പം 8 സീറ്റിൽ ഒതുക്കിയത്. 17 സീറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാണിക്കുന്ന നെറികേട്, പിന്നെ നല്ല ചതുരത്തിൽ സംസാരിച്ച് ടെർലിൻ ഷർട്ടൊക്കെ ഇട്ടങ്ങ് നിൽക്കുമെന്നുള്ളതല്ലാതെ അവരാണ് എല്ലാത്തിൻ്റെയും ആത്മാർത്ഥമായി അവരാണ് ആദർശധീരതയൊക്കെ വാചകത്തിലടിക്കുന്നേ ഉള്ളൂ. CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല എങ്കിൽ CPI ഒന്നുമല്ല.
അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. CPI-കാരൻ മതി ഇതിൻ്റെ താഴെ വന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ പ്രസ്ഥാനവുമായിട്ടും എല്ലാവരുമായിട്ടും ഞാൻ എന്നേക്കുമായി കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വമാണ് വലുത്, നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ് വലുത്, നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയാണ് വലുത്. അത് ബലി കഴിച്ചുകൊണ്ടൊന്നും ഒരിടത്ത് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതായത് എൻ്റെ നാവ് ഞാൻ വാടകയ്ക്ക് ഇനി കൊടുക്കത്തില്ല, അതാണ് സംഭവം. ഇരുമ്പ് കൊടുത്തെന്നല്ല പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ ശരിക്കും യൂസ് ചെയ്ത് എല്ലാവരും നിങ്ങൾ എടുത്തു വയ്ക്കൂ. കലാകാരന്മാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല CPI. ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് മത്സരിപ്പിച്ചത്, എവിടെ? തൃശ്ശൂർ. അവിടെ സുനിൽകുമാറായിരുന്നെങ്കിൽ പാട്ടുപാടി ജയിക്കത്തില്ലായിരുന്നു. അതവർ ചെയ്യത്തില്ല. ഇനി 2 ചാത്തന്നൂർ BJP ജയിക്കാനുള്ള കാര്യം എന്താ? അവിടെ ജയലാൽ സഖാവ് മത്സരിക്കണമായിരുന്നു. ശരിയാണ്, അയാൾ 3 വർഷം ജയിച്ചു, ശരി. പക്ഷേ ആ പാർട്ടി അവിടെ കൊള്ളാവുന്ന ഒരാളെങ്കിൽ രാജേന്ദ്രൻ ചിരിക്കത്ത് പോലും ഒരാളെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. രാജേന്ദ്രനൊക്കെ ഒരു കോക്കസിൻ്റെ ആളാണ്. രാജേന്ദ്രനെ പിടിച്ച് അവിടെ മത്സരിപ്പിച്ച വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് CPIയുടെ ഏറ്റവും വലിയത്. അവിടെ BJP ജയിക്കാനുള്ള പ്രധാന കാരണം രാജേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥി. അവിടെ ജയലാലിനെ മത്സരിപ്പിക്കണമായിരുന്നു. ഈ ടേമും കോപ്പൊന്നും നോക്കണ്ടായിരുന്നു. എന്തിനാണ് നോക്കുന്നത് ഈ ടേമൊക്കെ? അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരുവാണ്, CPI എന്ന് പറയുന്നത് ഈ ഓരോരുത്തരെ ചാരി നിന്നിട്ടൊക്കെ ഇപ്പോഴത്തെ CPI, പഴയ CPI അല്ല കേട്ടോ, പഴയ CPI തന്നെയായിരുന്നു. അത് പറയണമായിരുന്നു, നമ്മളതൊക്കെ ആകർഷണമായത്. അപ്പോൾ അത് KE ഇസ്മായിലിനെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്ത്, ഇത്രയും പരിണതപ്രജ്ഞനായ ഇത്രയും സീനിയറായിട്ടുള്ള ഒരാളെ ഇവർ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രതിനിധി പോലും ആക്കിയില്ല. അതാണ് ആ പാർട്ടി. ഇപ്പോൾ K രാജൻ മിടുക്കനായ മന്ത്രിയായിരുന്നു, നല്ല ഇതാണ്. K രാജൻ്റെ അളിയനാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി, വേറെ യോഗ്യതയില്ലാത്തവരുണ്ട്. K രാജൻ്റെ അളിയനാണ് മൂവാറ്റുപുഴയെ മത്സരിച്ചത്. ഞാൻ പറയുന്നത് അതൊരു കുടുംബം, ഒരു പ്രൈവറ്റ് വീട് 42,000 വോട്ടില്ല തോറ്റ്. പറയുമ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ വരുമ്പോഴും അതും K രാജൻ്റെ അളിയൻ ഈ അരുൺ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ശരിയാണോ? ഇതൊക്കെ ചോദിക്കണ്ടേ? സത്യപുകേരയുടെ ഭാര്യയാണ്. ഇപ്പോൾ ഗോവിന്ദമാഷിൻ്റെ വൈഫ് മത്സരിച്ച തളിപ്പറമ്പിൽ, അത് ആ ഒരു മത്സരത്തോടെ എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പയ്യന്നൂരൊന്നും പോത്തില്ലായിരുന്നു. ആ തളിപ്പറമ്പ് യോഗ്യതയില്ലെന്നാണോ പറയുന്നത്? അല്ല, യോഗ്യത കുറവൊന്നുമില്ല. അവരൊക്കെ യോഗ്യത, അവർ യോഗ്യത. ഞാൻ പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു ചോദ്യം വരില്ലേ, പാർട്ടി സെക്രട്ടറി വൈഫ്, അതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് യോഗ്യത കുറവൊന്നും ഞാൻ പറയുന്നില്ല. സത്യമുഖരുടെ വൈഫാണ് വസന്ത, അവരാണ് മത്സരിച്ചത്. എവിടെ? നാദാപുരത്ത്. തോറ്റോ? നാദാപുരം എത്ര വർഷമൊക്കെ നമുക്ക് ഒരു കോട്ടയം ആരുടെയും കുത്തകയല്ല, അത് തെളിയിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കൂ. ചന്ദ്രമോഹൻ്റെ ബന്ധുവാണ്, പിന്നെ മരുവാനാണ് P പ്രസാദ്. അപ്പോൾ ആ പാർട്ടിയിൽ എല്ലാം ഈ കുടുംബം, ഇത് 1, 2, 3 പേര് വെച്ച് എല്ലാം കുടുംബം. നിങ്ങൾ മനസ്സിലാക്ക്. CPI വെറുത്തോ താങ്കൾ? ഞാൻ CPI എന്ന പാർട്ടിയല്ല, CPIയുടെ നേതൃത്വത്തിൽ എനിക്ക് വെറുപ്പ് തന്നെ, ഇപ്പോഴത്തെ നേതൃത്വത്തിൽ. അത് മാറാതെ ആ പാർട്ടി രക്ഷപ്പെടത്തില്ല. അത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുക സുഹൃത്തെ. ഇപ്പോൾ രാജൻ മിനിസ്റ്റർ, പഴയ പിന്നെ കൊടുങ്ങല്ലൂർ, നല്ല മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോൻ സുനിലാണ് അവിടുത്തെ MLA, കൊടുങ്ങല്ലൂരിൽ മത്സരിച്ച് 2 തവണ അയാൾ ജയിച്ചു, തവണ ജനീഷ് അയാളെ തോപ്പിച്ചു. അപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയോ, CPI ഒരിക്കലും കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ ഒന്നും കുറ്റപ്പെടുത്താനുള്ള നാവ് പൊക്കാൻ പറ്റത്തില്ല CPIക്ക്. ഈ CPI ചെയ്യുന്ന മുഴുവൻ ഇതാ. ചിഞ്ചു റാണിയെ പിടിച്ചിട്ട് ചടയമംഗലത്ത് മത്സരിക്കുക, മുസ്തഫയെ പോലെയുള്ള ഇത്രയും ആ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പാട്ടുപാടി ജയിക്കുന്ന മുസ്തഫയെ മാറ്റി നിർത്തിയിട്ട് ചിഞ്ചു റാണിയെ നിർത്തി ജയിപ്പിച്ചു. രണ്ടാമത് ചിഞ്ചു റാണി തോറ്റോ? ചടയമംഗലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, തോറ്റോ? അപ്പോൾ ജനം പൊട്ടന്മാരല്ല. GR അനിലാണ് നിയമസഭയിൽ ഇവിടുന്ന് നെടുമങ്ങാട്. GR അനിലിൻ്റെ വൈഫായിരുന്നു ലത, അവരായിരുന്നു ചടയമംഗലത്ത് MLA. പിന്നെ ഇതിൻ്റെ അവജ് ലതാദേവി. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നവർ. അപ്പോൾ ഇവരുടെ ഇതിൽ എന്തുകൊണ്ട് ഗീതാ നസീറിനെ പോലെ ഒരാൾക്ക് കൊടുത്തില്ല? NE ബൽറാമിൻ്റെ മോളാണ്, കൊടുക്കുകയാണെങ്കിൽ അവർക്കാണ് കൊടുക്കേണ്ടത്. ഏറ്റവും കഴിവുള്ളൊരു ലേഡിയാണ്, എന്തുകൊണ്ട് ആ സഖാവിന് കൊടുത്തില്ല? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു കോക്കസ് ഉണ്ട്. ഇത് കേൾക്കുന്നതിനെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പറയുമ്പോൾ എനിക്ക് വാചാലനായി പോകും. അതായത് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ 12 ജയിച്ച അദ്ദേഹത്തിന് എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല?
അദ്ദേഹം ഒരു അധസ്ഥിത ഒരു ഹരിജന വിഭാഗത്തിൽ നിന്നാണ്. അദ്ദേഹത്തിനെ എന്തുകൊണ്ട്, അദ്ദേഹം എത്ര തവണ ജയിച്ച അവിടുന്ന്, അദ്ദേഹത്തിനെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല, ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഒതുക്കി? അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഈ ഞാൻ പറയുന്നതിൻ്റെ കീഴിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന CPI സഖാക്കളുണ്ടെന്ന് എനിക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ആ പാർട്ടി തിരുത്തിയില്ലെങ്കിൽ ആ പാർട്ടി കേരളത്തിലെ ഭൂപടത്തിലുണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഈ CPI ആരും ഒന്നും പറയാതെ അവരിങ്ങനെ സുഖിച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരിലാണ് ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം ഉള്ളത്. CPI പ്രസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം. ഞാൻ എല്ലാവരിലും അല്ല, നല്ല നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവരെയൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയല്ലേ. ഇതാണ് സംഭവിച്ചത്. പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് കൊടുക്കണമെന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ടോ? എന്ത് കാര്യം സാറേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM ഇല്ലെങ്കിൽ CPI ഷൂ. ധൈര്യം ഉണ്ടോ നോക്കാം. അവർ ഒരു മണ്ഡലത്തിൽ അവർ ഒറ്റയ്ക്ക് മത്സരം ജയിച്ച് കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജയിക്കും, CPI ജയിക്കും. BJPയിലും താഴെയായിരിക്കും CPI ഒറ്റയ്ക്ക് മത്സരിച്ചാൽ. കാര്യം അവർക്ക് ആ പാർട്ടി വളർത്തണമെന്നില്ല. ആ പാർട്ടി വളർത്താൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല ഇപ്പോഴത്തെ നേതൃത്വത്തിന്. ബിനോയ് വിശ്വം ചതുരത്തിൽ സംസാരിക്കുമെന്നുള്ളതല്ലാതെ ബിനോയ് വിശ്വത്തിനെ കൊണ്ടൊന്നും, അതായത് കഴിവുള്ള എത്ര പേരുണ്ടായിരുന്നു, അവരെയൊക്കെ ഒതുക്കിയില്ലേ? അപ്പോൾ അതൊരു ഒതുക്കൽ പാർട്ടിയായിട്ട് ആ CPI മാറി. എനിക്കിത് പറയാൻ യാതൊരു മടിയില്ല. കാര്യം എനിക്ക് ഇതിനകത്ത് ഒരു പാർലമെൻ്ററി വ്യാമോഹവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് എനിക്ക് പറയാം. എല്ലാ മണ്ഡലവും പോകും. നോക്കിയോ, അവരുടെ രീതി ഇങ്ങനെയാണെങ്കിൽ എല്ലാ മണ്ഡലവും അവരുടെ കയ്യിൽ നിന്ന് പോകാൻ പോവാണ്. താങ്കൾ തിരികെ കോൺഗ്രസിലേക്ക് പോകുമോ? ഇല്ല, ഞാനങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. പൊളിറ്റിക്സ് അല്ലേ, കോൺഗ്രസ് അല്ല. ഞാനൊരു UDFൻ്റെ അനുഭാവി ആവുമല്ലോ എന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. എന്തായാലും ഞാനൊരു വർഗീയ പ്രസ്ഥാനമായിട്ട് ഞാൻ പോകത്തില്ല. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. BJPയിലോട്ട് പോകില്ല? അത് പോവില്ല. അതങ്ങനെ പോകാൻ പറ്റും. BJPയിലോ SDP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ MA നിശാദുണ്ടോ? അല്ല, CPIക്കെതിരെ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ ഒരു ലൈഫിൽ കിട്ടിയ അനുഭവം കൊണ്ടാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് മാത്രമല്ല സുഹൃത്ത്, ഒരുപാട് പേര് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ അവർ മാത്രം അങ്ങ് സുഖിച്ചങ്ങ് ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവരൊക്കെ പ്രവർത്തിച്ച് വരുന്നത്, ഈ പ്രവർത്തിച്ച് വരുന്ന ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ആളുകളെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. നിങ്ങൾ അത് പ്രവർത്തിച്ച് ഒരുത്തം ഈ 3000 രൂപയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയാം. അരുൺ എന്ന് പറഞ്ഞു, അയാൾ സിനിമാ രംഗത്ത് വരുമ്പോൾ അയാൾക്ക് ആരെയും അതുവരെ അറിയാം. അയാൾ സിനിമ സംവിധായകനാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി ഒക്കെ അയാളിപ്പോൾ നിഷേധിക്കുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അയാൾ പ്രവർത്തിച്ചു AIF ASFലൊക്കെ പ്രവർത്തിച്ചത്. അയാളുടെ കൂടെ പ്രവർത്തിച്ച പലരെയും ചവിട്ടിയിട്ടാണ് അയാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കയറ്റി വിടുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അയൽക്കാരും കൂടുതൽ പ്രവർത്തിച്ച നിസ്വാർത്ഥ സേവനം ചെയ്തിട്ടുള്ള പലരെയും ഒതുക്കിയിട്ടാണ് ഈ കയറ്റി വരുന്നത്. ഈ പ്രവർത്തിച്ച് വരുന്നത്. അല്ല, ഇത് ഏറ്റവും കൂടുതലുള്ളത് CPIയിലാണ്. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയല്ലേ. അത് ഏറ്റവും കൂടുതലുള്ളത് CPIയിലാണ്, വേറെ എവിടെയല്ല. CPM അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ മിടുക്കരാവരുത്. ആ നോട്ടിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ലേക്കിനെ പറ്റി അവസാനമായിട്ട് ഒരു വാചകത്തിൽ എങ്ങനെയായിരിക്കും താങ്കൾ വിലയിരുത്തുക? ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷേ സത്യസന്ധമായിട്ടൊരു വിഷയത്തെ എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസമാണ് ഇത്രയും അക്ലമേഷൻ കിട്ടിയതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇത്തവണ എല്ലാവരെയും കാണിച്ചു. അന്വേഷണ തുടക്കത്തിൽ ലെങ്ത് കൂടിയതുകൊണ്ട് 2 മണിക്കൂറേ ഉള്ളൂ പടം. അപ്പോൾ ഞാൻ എല്ലാവരെയും കണ്ടു, കാണിച്ചു. ഞാൻ തമിഴ്നാട്ടിലൊരു ചെറിയ പ്രിവ്യൂ വെച്ചിരുന്നു. ആരെയും വിളിച്ചില്ല, വളരെ കുറച്ച് പേരെ. കാര്യം 1-2 അക്കാഡമിഷ്യൻ ഉൾപ്പെടെ കൊമേഴ്ഷ്യൽ. അപ്പം ഒത്തിരി പേർക്ക് ആ സിനിമയെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഞാൻ വയനാട്ടിലൊരു ഈ അഫക്റ്റഡ് ആളുകൾക്ക് വേണ്ടി ഒരു ഷോ നടത്തുന്നുണ്ട്. ഓക്കെ, വളരെയധികം സന്തോഷം സംസാരിച്ചതിൽ, പ്രതികരിച്ചതിൽ, തുറന്നു പറഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.